നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി. അടുത്ത 3 ദിവസമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയുടെ ആദ്യത്തെ ദിവസം തന്നെ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതോടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായി ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിദാസൻ സഹായിച്ചാൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വെച്ച് നടന്ന കൺവെൻഷനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ നമുക്ക് നൽകി ഉപയോഗിക്കുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് ഓസ്ട്രേലിയയിലുള്ള മറ്റ് ചില സ്റ്റേറ്റുകളിലും അദ്ദേഹത്തിന് കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ കടന്നു എന്നത് അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഇടയായിത്തീർന്നു എന്ന് കേട്ടതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. കർത്താവിന്റെ ദാസനിൽ നിന്നും ദൈവജനങ്ങളെ കേൾക്കുവാനും പഠിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ വിടുതലുകളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് കൂടുതൽ കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ നമുക്ക് താല്പര്യം. ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ചുകൂടെ പഠിക്കുവാനും ആ സ്വഭാവത്തിന്, ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെന്നും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ പോലായി തീരുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനോടുള്ള ബന്ധത്തിൽ ചില ദൈവവചനങ്ങളെ പഠിക്കുവാനും ഇടയായി തീരട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ നന്നായി ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം അറിയുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് നല്ലതാണെങ്കിലും പഠിക്കുകയും പഠിച്ചതിൽ നിലനിൽക്കുകയും ചെയ്യുന്നില്ല കർത്താവ് സന്തോഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കേൾക്കുന്ന വചനം ഒരു അറിവായി മാത്രം ഇരിക്കാതെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയമായ നമ്മുടെ ആത്മീക മണ്ഡലങ്ങളിൽ ജീവിതത്തിൽ അതനുസരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൽ തന്നെ നിലനിൽക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും ദൈവത്തിന്റെ വചനം പഠിക്കുകയും അത് ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ മാത്രം അനുസരണത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആയിത്തീരരുത്. അത് തുടർമാനമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുഴുവനും അത് തന്നെ നിലനിൽക്കുവാൻ ഇടയായിത്തീരണം. അതിനുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, കേൾക്കുന്ന വചനത്തിൽ എൻ്റെ ജീവിത അന്ത്യം വരെ, അന്ത്യ നിമിഷം വരെയും നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കും. വീണ്ടും ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ വഴിയാക്കിയ അവന്റെ വലിയ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സിഡ്നി പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ അതിനുവേണ്ടി ചെലവഴിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു തൃഷ്ണ അവർ കാണിച്ചതോടൊപ്പം ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമുക്ക് വേദപുസ്തക പഠനത്തിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ കുറേയേറെ നമ്മൾ കേൾക്കുന്ന ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് ദൈവം ചെയ്യുന്ന വിടുതലിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. എന്നാൽ സിഡ്നി പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പ് ശരിക്കും ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ആ സഭയിലുള്ള എല്ലാവരെയും വളർത്തുവാൻ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ SPF-ഉമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്കും കർത്താവിനെയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെയും സഭാംഗങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു. ഇവിടെ കടന്നു വന്നുകൊണ്ടുള്ള സഭയിലെ അംഗങ്ങളും മറ്റുള്ളവർക്കും എല്ലാം ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇവിടെ
പഠിക്കുന്ന വിഷയം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവുക, അല്ലെങ്കിൽ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ എന്നുള്ളതാണെന്ന് നിങ്ങൾ മറ്റും കണ്ടു കാണാം. അത് വേദപുസ്തകത്തിലെ ഒരു ഒരു ഭാഗത്ത് നിന്ന് എടുത്തതാണ്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ആ വേദഭാഗം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വായിക്കാം. എന്നാൽ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഒന്നുകൂടെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഇത് നമ്മളെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബൈബിൾ ക്ലാസ് അല്ല. പ്രത്യുത ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു വ്യതിയാനം ഉണ്ടാകുവാൻ, ആ യേശുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുന്നത് കാണുവാൻ, അതിനുവേണ്ടി നമ്മളെ ഒരുക്കുവാൻ, അതിനുവേണ്ടിയുള്ള ഒരു ക്ലാസ്സാണത്. അതുകൊണ്ട് ഈ ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ഒരു മനസ്സോടെ ഇരിക്കണം. ആ ഒരു മനസ്സില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകുന്നില്ല. നമ്മൾ വിതയ്ക്കുന്നവൻ്റെ ഉപമ കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെടും. അവൻ വിത്ത് വിതച്ചുകൊണ്ട് നടന്നു. ചിലത് വഴിയരികിൽ വീഴും, ചിലത് മുള്ളിനിടയിൽ വീഴും, ചിലത് പാറസ്ഥലത്ത് വീഴും, ചിലത് നല്ല നിലത്ത് വീഴും. വിതച്ചത് ഒരേ വചനമാണ്, വിതയ്ക്കുന്നത് ഒരേ വ്യക്തിയാണ്. പക്ഷേ നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ 30-40 പേര്. ചിലപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത പോകാറുണ്ട്, പാറസ്ഥലത്ത് അല്ലെങ്കിൽ വഴിയരികിൽ വീണത് 30 മേനിയും മുള്ളുകളിൽ വീണത് 60 മേനിയും എന്നൊക്കെ ചിന്തിക്കണം. അങ്ങനൊന്നും ഇല്ല. അവർ പറഞ്ഞിരിക്കുന്നതാണ് നല്ല നിലത്തിൽ വീണ വിത്ത് മാത്രമേ മുളയ്ക്കുന്നു. ബാക്കിയുള്ളതൊന്നും വിതയ്ക്കുന്ന അല്ലെങ്കിൽ അതൊന്നും ഫലം കൊടുക്കുന്നില്ല. അപ്പോൾ വ്യത്യാസം ഉണ്ടാക്കുന്നത് വിത്തല്ല, വ്യത്യാസം ഉണ്ടാക്കുന്നത് വിതയ്ക്കുന്നവനുമല്ല, വ്യത്യാസം ഉണ്ടാക്കുന്നത് അത് വന്ന് വീഴുന്ന ഇടമാണ്. നമ്മൾ ഈ പറയുന്ന ദൈവത്തിന്റെ വചനം അത് ആര് പറഞ്ഞാലും ആത്യന്തികമായി അത് വിതയ്ക്കുന്നത് കർത്താവ് തന്നെയാണ്. ആ കർത്താവ് ഒരുപക്ഷെ ആ കർത്താവ് ആത്യന്തികമായി വിതയ്ക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനം മാത്രമാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം ദൈവം ആരിലൂടെയെങ്കിലും വിതയ്ക്കും. പക്ഷെ വിതയ്ക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ വീഴുന്നതാണ് വ്യത്യാസം. ഇന്ന് രാത്രി ഒരുക്കമുള്ള ഒരു നിലത്ത് വീഴുന്ന വിത്ത് മാത്രമേ 30 മേനിയെങ്കിലും വിളയും. അത് തന്നെ നല്ല നിലത്ത് വീണത് തന്നെ 30, 60, 100 മേനി വിളഞ്ഞത്. അതായത് വിളവുണ്ടാകുന്നത് 30 മേനിയാണെങ്കിൽ പോലും അതുപോലും നല്ല നിലത്ത് വീണതേ ഉണ്ടാകുന്നു. 30, 60, 100 ശരിയാണ്. ചിലരിൽ 30 മേനി, ചിലരിൽ 60 മേനി, അല്ലെങ്കിൽ ചിലരിൽ 100 മേനി വിളവുണ്ടാകും. പക്ഷെ ഇതെല്ലാം ഉണ്ടാകുന്നത് നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫലമുണ്ടാകുന്ന ഒരനുഭവം. ഫലമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. ദൈവം നമ്മളെ ഫലമുള്ളവരാകുവാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഈ വേദഭാഗം ഒന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഇവയാണ്, അത് നമ്മൾ പറയാം, ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിനെക്കുറിച്ച് എനിക്ക് പറയണം. പക്ഷേ ഞാൻ ഈ 3 ദിവസങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ആ ദിവ്യ സ്വഭാവം, വാട്ട് ഈസ് ദ ഡിവൈൻ നേച്ചർ, ആ ഡിവൈൻ നേച്ചർ ഓരോരുത്തരിൽ എങ്ങനെ നമുക്ക് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരിലും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരിലും ആത്യന്തികമായി നമുക്ക് യേശുവിനും എങ്ങനെ ആ ദിവ്യ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുവെന്നും ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ളതുമാണ് പറയുന്നത്. ഇതൊരു പ്രായോഗികമായ ദൈവവചനമാണ്.
പ്രായോഗികമായി നമ്മൾ പ്രാഗ്മാറ്റിക്കായിട്ട് ഇത് ഡോഗ്മ ഒന്നും പഠിപ്പിക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഡോഗ്മ പഠിപ്പിക്കണം, ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ പഠിപ്പിക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരിയായ ഉപദേശങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ശരിയായ ഉപദേശത്തിന്റെ പഠിപ്പി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദുരുപദേശക്കാർ നമ്മുടെ ഇടയിൽ കടന്നുകൂടുന്നത്. അതുകൊണ്ട് ശരിയായ ഉപദേശം അനിവാര്യമാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ 3 ദിവസം പഠിക്കുന്നത് എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗത്തിൽ വരും. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് കാണുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അവിടെ പറയുന്ന ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പൊ ആ വാക്ക് നിഷ്ഫലന്മാർ, പലപ്പോഴും വചനം കേൾക്കുന്ന പലരിലും പോലും ഫലമുള്ളവരായി തീരുന്നില്ല. നിഷ്ഫലന്മാരായി, അൺഫ്രൂട്ട്ഫുൾ ആയി വരുന്നു, അൺഫ്രൂട്ട്ഫുൾ ആയിട്ട് വരുന്നു. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. വി ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകുന്നില്ല, ഫലമുള്ളവരായി തീരുന്നില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് ഫലമുള്ളവരാകുക. ഫലം കായ്ക്കേണ്ടതിനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. ആ ഫലം കായ്ക്കുക. പിന്നെ പഠിപ്പിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. വാക്യമൊക്കെ അറിയാമല്ലേ? വാക്യമൊക്കെ അറിയാമെന്നുള്ള ചിന്തയിലാണ് ഞാനിത് പറയുന്നത്. അതറിയണം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് അറിയാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം പണ്ടൊക്കെ നമുക്ക്, ഞാൻ ഇടയ്ക്ക് പലപ്പോഴും പറയാറുണ്ട്, പണ്ടൊക്കെ നമുക്കങ്ങ് പ്രസംഗിച്ചങ്ങ് പോകാം, കാര്യം ആളുകൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും when we speak, നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാര്യം അവർക്ക് വചനത്തിലുള്ള പരിജ്ഞാനം. അങ്ങനെ വചനത്തിലുള്ള പരിജ്ഞാനം ഉണ്ടെങ്കിൽ, ഞാൻ ആ പരിജ്ഞാനം അത് അത്യാവശ്യമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയിൽ, നിങ്ങൾ കൊമ്പുകളുമാകും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയില്ല. എന്നിൽ വസിക്കുന്ന കൊമ്പൊക്കെയും അവൻ അധികം ഫലം കായ്ക്കേണ്ടത്. ഫലം കായ്ക്കാൻ അപ്പൊ നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് we need to understand one thing. മുന്തിരിയുടെ കൊമ്പിൽ എന്ത് ഫലമേ ഉണ്ടാകത്തുള്ളൂ? മുന്തിരിങ്ങ മാത്രമേ ഉണ്ടാകൂ. മുന്തിരിങ്ങ മാത്രം. അപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. അപ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് യേശുവാണ്, അല്ലെങ്കിൽ യേശുവിന്റെ ഫലമാണ്, യേശുവിന്റെ സ്വഭാവമാണ്. യേശുവിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിയിൽ നിന്ന് നമുക്ക് മറ്റൊരു ഫലം, മാങ്ങ ഉണ്ടാകത്തില്ല. അതിനകത്തൊന്നും ഉണ്ടാകുന്ന മുന്തിരിയോട് ചേർന്ന് വസിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകത്തുള്ളൂ? മുന്തിരിക്കാൻ ഉണ്ടാകും. അങ്ങനെ നമ്മൾ യേശുവിനോട് ചേർന്ന് വസിക്കുന്നുവെങ്കിൽ പിന്നെ നമ്മുടെ സ്വഭാവം ആരുടെ സ്വഭാവമായിത്തീരും? യേശുവിന്റെ സ്വഭാവമായിത്തീരും. അതൊരു അനുകരണമല്ല. അനുകരണമല്ല നമ്മൾ മനസ്സിലാക്കണം. അനുകരിക്കാൻ യേശുവിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിക്കുകയല്ല, നമ്മൾ അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മിലൂടെ ഒഴുകി വരുന്ന ഫലം അവരുടെ തന്നെ ആയിരിക്കും, യേശുവിന്റെ ഫലമായിരിക്കും. പിന്നെ അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ പ്രയാസം ഉണ്ടാകും. Abide in me and I will abide in you. എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിൽ വസിപ്പീൻ, അവനിൽ വസിക്കുക. Abiding in him. അവനിൽ വസിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്നുള്ള ജീവരസം നമ്മിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ അവന്റെ സ്വഭാവം തന്നെ ആയിരിക്കും നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് അവന്റെ കരുണയാൽ. ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യം, യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വലിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത്
നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ലെന്ന് പോൾ പറയുന്നത് സൈമൺ പീറ്റർ, the servant and apostle of Jesus Christ, to those who have obtained a faith of equal standing with ours in the righteousness of our God and Savior Jesus Christ. See, equal standing. അതായത് പത്രോസിന് കിട്ടിയ അതേ വിശ്വാസം തന്നെയാണ് ആർക്കും കിട്ടിയിരിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവൻ നമ്മൾ ചിലപ്പോൾ പറയുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ എന്നോടാണെങ്കിലും പറഞ്ഞു പോകും. അപ്പം നമ്മൾ ഇയ്യോബിന്റെ കാര്യവും പൗലോസിന്റെ കാര്യവും ഒക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഞാൻ എന്നാ ഇപ്പൊ എന്നെ ഇയ്യോബ് ആണോ, ഞാൻ എന്നാ പൗലോസ് ആണോ, ഇപ്പൊ എനിക്കിപ്പം പൗലോസ് അത് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റും, ഞാൻ എന്നാ പൗലോസ് ആണോ, ചിലപ്പോൾ ആൾക്ക് ഞാൻ എന്നാ യേശു ക്രിസ്തു ആണോ എന്നൊക്കെ നമ്മൾ അല്ലേ നമ്മൾ സാധാരണ എപ്പോഴും ചോദിക്കും. അതായത് നമുക്കിതൊന്നും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ പറയുന്നത് ഇപ്പൊ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആകും. അപ്പൊ എന്താ പൗലോസ് പറഞ്ഞത്? അല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആരുടെ അനുകാരിയാണ്, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത് യേശുവിനെയാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ, നമ്മളാണെങ്കിൽ പറഞ്ഞേനെ എന്നെ നോക്കല്ലേ ബ്രദറെ, എന്നെ നോക്കിയാൽ നീയും പോകും ഞാനും പോകും, അതുകൊണ്ട് നീ 12,000 വർഷം മുമ്പ് ഒരാൾ മരിച്ചിട്ടുണ്ട്, ആ ആളെ നോക്കി എങ്ങനെ രക്ഷപ്പെടാമെങ്കിൽ എന്നെ നോക്കല്ലേ എന്ന് പറഞ്ഞാൽ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞു കൊടുത്തില്ല, ഒരു ഹിന്ദു പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്കിപ്പം ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പം കാണാനുള്ളത് നിങ്ങളെ ഉള്ളൂ, ഞങ്ങൾക്കിപ്പോൾ യേശുവിനെ ഒന്നും കാണാൻ 2000 വർഷം മുമ്പ് മരിച്ച യേശുവിനെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് കാണുന്നത് നിങ്ങളെയാണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങളെ നോക്കണ്ട എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ പ്രസ്താവനയെ അല്ല. ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബ്രദറെ മനുഷ്യനെ നോക്കണ്ട. ശരിയാ, മനുഷ്യനെ നോക്കണ്ട നമുക്ക് പറയാം, പക്ഷെ മനുഷ്യനെ നോക്കത്തുള്ളൂ. നിങ്ങളുടെ അയൽക്കാരൻ, നിങ്ങളുടെ ജോലി ചെയ്യുന്നവരും നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരും അവരാരെ മാത്രമേ നോക്കത്തുള്ളൂ, നിങ്ങളെ മാത്രമേ നോക്കത്തുള്ളൂ. ഞങ്ങളെ നോക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ വേദോസം പഠിപ്പിക്കുന്നത്. വേദോസം പഠിപ്പിക്കുക ഞങ്ങളെ നോക്കാനാണ് പഠിപ്പിക്കുന്നത്. പത്രോസും യോഹന്നാനും സുന്ദരം മണ്ഡപത്തിന്റെ അടുത്ത് ലെയ്മാനെ സൗഖ്യമാക്കുമ്പോൾ അവരോട് പറയുന്നത് എന്താണ്? യു കട്ട് വാസ്, ഞങ്ങളെ നോക്കും, ഞങ്ങളെ നോക്കാനവർ, ഞങ്ങളെ നോക്കും. പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാവുകയും. പൗലോസ് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, അത് അഹങ്കാരമല്ല. ചില സമയത്തൊക്കെ നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ ഒരു അഹങ്കാരിയാണെന്ന് തോന്നും, ഇല്ലേ? നമ്മളാണെങ്കിൽ പിന്നെ അവനൊരു വിശുദ്ധം വന്നിരിക്കും, അവൻ പറഞ്ഞു കേട്ടില്ലേ അവനെ നോക്കാൻ, പിന്നെ എന്ന് പറയുന്നൊരു അവസ്ഥ. പക്ഷേ ഇത് അഹങ്കാരമല്ല, ഇത് കോൺഫിഡൻസ് ആണ്, ഇത് ഉറപ്പാണ്. അഹങ്കാരമല്ല ഇത്, അഹങ്കാരമല്ല. പൗലോസ് പറയുന്ന അഹങ്കാരം. പൗലോസ് പറയുന്നു, ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ് യു ഇമിറ്റേറ്റ് മീ, യു പീപ്പിൾ ഇമിറ്റേറ്റ് മീ. എന്നെ അനുകരിപ്പിക്കുന്ന, യേശുവിനെ അനുകരിക്കാൻ പോലും അല്ല പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാകുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുകയും. ഇത് പറയാനുള്ള തന്നെയാണ് നമുക്കുണ്ടാകണം. ഇതെല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്തോ ആയിരുന്നെങ്കിൽ ഒരു സ്റ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വ്യത്യാസമായിരുന്നേ. സി, നമ്മൾ ഒത്തിരി ക്ലെയിംസ് പറയുന്ന ആളുകളാണ്, ഇതാണെന്നൊക്കെ പറയും. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. വലിയ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം ഉണ്ട്, അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് എന്താ, ദേ ആർ ഓൾസോ ഓർഡിനറി പീപ്പിൾ, അവരും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ വന്നതാണ്, പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അയാളെ നോക്കിയിട്ട് ഇപ്പം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾ തന്നെ വീണുപോയി. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. വാസ്തവത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മളെ കുറിച്ച് ആ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, if the Christians in India were living as Christ lived, then there would have been no Hindus in India. യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ആയിരുന്നു ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നതെങ്കിൽ ഇവിടെ മറ്റു റിലീജിയൻ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. കാര്യം എല്ലാവരും ഇതിന്റെ പിന്നാലെ പോയേനെ, ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. അതുകൊണ്ട് ഈ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വെറും ഉപദേശമല്ല. നമ്മൾ പഠിക്കുന്നത് അവനെ അനുകരിക്കുവാൻ,
അവന്റെ സ്വഭാവം അനുകരിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ഉപരി പങ്കാളികളാകുക. അവിടെയാണ് നമ്മൾ കാണുന്ന വാക്യം അതാണല്ലോ, അല്ലേ? അവന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുവാൻ, കൂട്ടാളികളായി തീരുവാൻ, പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ, അവന്റെ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുവാൻ ഇടയായി തീരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവിടെ ആദ്യം തന്നെ പറഞ്ഞ കാര്യം അത് അതിന്റെ പോസിബിൾ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് പോസിബിൾ ആണ് പറയുന്നു. പത്രോസ് പറയുന്നു, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം തന്നെയാണ് നിനക്ക് കിട്ടിയത്. പത്രോസിന് ഒത്തിരി പ്രിവിലേജസ് ഉണ്ടായിരുന്ന ആളാണ്, ഇത് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പത്രോസ് യേശുവിന്റെ കൂടെ നടന്നയാളാണ്, യേശുവിന്റെ ശബ്ദം കേട്ടയാളാണ്, യേശുവിന്റെ മഹിമ കണ്ടത്. ഈ അധ്യായത്തിൽ തന്നെ താഴോട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഈ അധ്യായം മൊത്തം നിങ്ങളൊന്ന് വായിക്കണം, വീട്ടിൽ പോയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മണ്ഡലമലയിൽ വെച്ച് കർത്താവ് വെളിപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എവരിതിങ് ഇസ് ദേർ. പക്ഷെ പത്രോസ് പറയുകയാണ്, അത് ഞങ്ങളെ യുണീക്ക് ആക്കുന്നില്ല. അതേ വിശ്വാസമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പത്രോസിന് ലഭിച്ച അതേ വിശ്വാസം, പൗലോസിന് ലഭിച്ച അതേ വിശ്വാസം. നമ്മളോട് പിശാച് പറയുന്ന ഒരു കള്ളത്തിലുണ്ട്, വേദപുസ്തകത്തിലെ പോലെ ജീവിക്കാൻ പറ്റില്ല, വേദപുസ്തകത്തിലെ ആളുകൾ ജീവിച്ച പോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. യേശു ജീവിച്ച പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പിശാച് പറയും. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അവരൊരിക്കലും സമ്മതിക്കത്തില്ല നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് കൂട്ടാളികളായി തീരുവാനിട വരുന്നത്. അതായത് നിങ്ങൾ പരിശ്രമിക്കണമെന്നൊന്നുമല്ല, ഈ പറഞ്ഞ പ്രിവിലേജസ് നിങ്ങൾക്കുള്ളതുകൊണ്ട്. മുകളിൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ, ഇന്നവിറ്റബിൾ, ഇറ്റ് ഈസ് പോസിബിൾ ആൻഡ് ഇന്നവിറ്റബിൾ. അത് സാധ്യമാണെന്ന് തന്നെയല്ല, അത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളായി തീർന്നേ പറ്റൂ. അതിന് നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഒന്നാമത് we have the same, ഒന്നാമത് പറയുന്ന കാര്യം എന്താണ്? We have the same faith. അവന് ലഭിച്ച വിശ്വാസത്തെ കുറിച്ച് പിന്നീട് താഴോട്ട് പറയുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. എന്താണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് but you know we have the same faith. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് of equal, a faith of equal standing with ours in the righteousness of our God and Savior Jesus Christ. നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയായി ഇവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോ ഈ നമുക്ക് ഒരു ഇത് രണ്ടായിട്ട് പറയുന്ന ഗാഡ് ആൻഡ് സേവിയർ എന്നവിടെ പറഞ്ഞു. ഗാഡ് ആൻഡ് സേവിയർ മലയാളത്തിൽ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും എന്ന് പറയുന്നത് രണ്ടാളുകളാണെന്നുള്ള ഒരു നിലയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അതിന്റെ റിയൽ മീനിങ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീസസ് ഈസ് ഗാഡ് ആൻഡ് സേവിയർ. അവൻ ദൈവവും രക്ഷിതാവുമാണ്. ഈസ് ഗാഡ് ആൻഡ് സേവിയർ. അവനാണ് ദൈവം, അവനാണ് രക്ഷിതാവ്. അങ്ങനെ ആ ക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്, വിലയേറിയ വിശ്വാസം എഴുതിയിരിക്കുന്ന വാക്കതാണ് obtain a faith of equal standing with ours in the righteousness of our God. നമ്മളെ ആ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം തന്നെ നമുക്ക് ലഭിച്ചു. യോഹന്നാൻ യേശുവിന്റെ മാർവോട് ചാരിയിരുന്നു. ഫിസിക്കലി നമുക്ക് യേശുവിന്റെ മാർവോട് ചാരിയിരിക്കാൻ ഇതുവരെ പറ്റിട്ടില്ല, അല്ലേ? നമുക്ക് ആർക്കും പറ്റില്ല. Nobody can, and because he's not living in body now. ഇപ്പം യേശു കർത്താവ് ശരീരത്തിലല്ല വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യേശുവിന്റെ മാർവോട് ശരീരത്തിൽ ചാരിയിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആത്മാവിൽ അവന്റെ ചങ്കോടി ചാരിയിരിക്കാൻ തീർച്ചയായും കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് യോഹന്നാൻ, നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാണ്, യോഹന്നാന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെയും പറയുന്ന ഇതാണ്, ഞങ്ങൾക്കുണ്ടായ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് പറ്റുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിയുന്നതായ ഒരു ഫെയ്ത്ത് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞങ്ങൾ യുണീക്ക് ആണെന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് that which First John chapter 1 verse 1 onwards, that which from the beginning which we have heard, which we have seen with our eyes, which we have looked upon and touched with our hands,
concerning the word of life, the life was made manifest, and we saw it, we testify it to you, and proclaim to you the eternal life which was with our Father and was made manifest to us. അവിടെ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ അവന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ആദ്യമുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. ലുക്ക്, ഈ വാക്യങ്ങളൊക്കെ പറയാനുള്ള ഒരു കാരണം പ്രത്യേകിച്ചുണ്ട്. അതായത് ഞങ്ങൾ തൊട്ട് കേട്ടോ, നീയൊന്നും പറയുന്നില്ല, നീയൊന്നും തൊട്ടിട്ടില്ലടാ, ഞങ്ങളെ തൊട്ടിട്ടുള്ളൂ എന്ന് പറയാനല്ല ഇത് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്ന നോസ്റ്റിക് ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ഇത് പറയുന്നത്. അതായത് യോഹന്നാന്റെ കാലയളവിൽ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു യേശു ഈസ് ഗോഡ്, അല്ലെങ്കിൽ അവൻ ദിവ്യനായതുകൊണ്ട് he cannot come in the form of, he cannot manifest in the flesh. അവന് ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വെളിപ്പെടാനായിട്ട് കഴിയില്ല. കാര്യം ശരീരം, അതാണ് ഈ നിഗൂഢജ്ഞാനവാദികൾ എന്ന് പറയുന്ന നോസ്റ്റിക്സ് എന്ന് പറയുന്ന ഗ്രീക്കുകാരുടെ ചിന്ത അതാണ്. അവർ പറയുന്നത് ബേസിക്കലി ബോഡി ഈസ് ഈവിൾ ആൻഡ് സോൾ ഈസ് ഡിവൈൻ. അതുകൊണ്ട് യേശുവിന് ശരീരം സ്വീകരിക്കാനായിട്ട് കഴിയില്ല. ബിക്കോസ് മാറ്റർ ഈസ് ഈവിൾ എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ്. അതായത് വസ്തു എന്ന് പറയുന്നത്, വസ്തുക്കൾ, ഭൗതിക വസ്തുക്കളെല്ലാം പാപമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവരോട് യോഹന്നാൻ പറയുമ്പോൾ പറയുകയാണ് എന്ത്, സി ഞങ്ങൾ കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും നിങ്ങൾ പറയുന്നതൊന്നുമല്ല. യേശുവിന് ശരീരം ഉണ്ടായിരുന്നു, he came the flesh. അവൻ ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോഴത്തേക്ക് മൂന്നാമത്തെ വാക്യത്തിൽ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. അതായത് ഇത് എഴുതി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ യുണീക്കാണെന്ന് പറയാൻ വേണ്ടിയല്ല. പ്രത്യുത എന്താ പറയുന്നത്, ഞങ്ങൾക്കുള്ള അതേ അനുഭവം ആർക്കും ഉണ്ടാകാം, നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുമെന്ന് പറയാം. യോഹന്നാനെ പോലെ യേശുവിന്റെ ശരീരം തൊടാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ യേശുവിന്റെ ശരീരം തൊടുന്നതിനേക്കാൾ വലുതാണ് ആത്മാവിൽ അവനെ സ്പർശിക്കുന്നത്. യേശുവിന്റെ ശരീരം തൊടുന്ന എത്രയോ പേര് കാണും, യേശുവിന്റെ ശരീരം തൊടുന്ന എത്രയോ ആൾക്കാർ കാണും. വിശുദ്ധന്മാരും കാണും, അല്ലാത്തവരും കാണും, എല്ലാവരും കാണും, ഇല്ലേ? പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു, അവരെല്ലാവരും എന്താ വീണ്ടെടുക്കപ്പെട്ടവരുണ്ടോ? അല്ല. ആ രക്തസ്രാവക്കാരി സ്ത്രീ അവനെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ തൊടുന്നത്? അവർ ചോദിക്കും, അതെന്തോ ചോദ്യമാണ്, എല്ലാവരും നിന്നെ തൊടില്ലേ? അതിന്റെ അർത്ഥം എന്തോ, പുരുഷാരം മുഴുവൻ അവനെ തൊടുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ ശരീരം തൊടുക എന്ന് പറയുന്ന ഒരു വലിയ യുണീക് കാര്യമല്ല. പക്ഷേ യേശുവിനെ ആത്മാവിൽ അറിയുകയും ആത്മാവിൽ അവനോട് ചേർന്നിരിക്കുകയും യോഹന്നാൻ അവന്റെ മാർവോട് ചേർന്നിരുന്നത് പോലെ അവന്റെ മാർവോട് ചേർന്നിരിക്കുവാനും നമുക്ക് കഴിയുന്നെങ്കിൽ അതാ വലിയ കാര്യം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ക്ലോസ്നെസ് കർത്താവുമായിട്ട് ഉണ്ടാക്കിയെങ്കിലേ അവന്റെ ദിവ്യ സ്വഭാവത്തെ നമുക്ക് കൂട്ടാളികളാകാനായിട്ട് കഴിയും. മാറി നിന്ന യേശുവിനെ അനുകരിക്കാൻ അല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾ പങ്കാളികളായി തീരുമെന്നാ പറയുന്നത്. പങ്കാളികളായി തീരും. അതായത് മാറി നിന്ന് അനുകരിക്കാൻ ആർക്കാ പ്രയാസം? മാറി നിന്ന് യേശുവിനെ പോലെ ഡ്രസ് ചെയ്യാനോ യേശുവിനെ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് യേശുവിനെ എങ്ങനെ ഡ്രസ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ രൂപം കാണിച്ചിട്ട് യേശുവിനെ അനുകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതല്ല ഇവിടെ പറയുന്നതായ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നതനുസരിച്ച് അതേ വിശ്വാസം, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. കൃപയും സമാധാനം, വി ഹാവ് ഗ്രേസ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അവിടെ പറയുന്നത് ഈ പരിജ്ഞാനത്തിലാണ് കൃപയും സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അവൻ ഹിസ്റ്റോറിക്കൽ ജീസസിനെ കുറിച്ചുള്ള പരിജ്ഞാനമല്ല. അതിപ്പം
വേദപുസ്തകം സുവിശേഷങ്ങൾ വായിക്കുന്ന ആർക്കും ചരിത്രത്തിലെ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകും. ആ പരിജ്ഞാനമല്ല, അവനെ അറിയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യോഹന്നാൻ മാർവോട് ചാരിയിരുന്നാൽ അതേപോലെ നീ എന്ത് ചെയ്യണം? ആത്മാവിൽ അവനോട് ചാരിയിരിക്കണം. അപ്പോഴാണ് നിനക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുന്നത്. ആ യേശുവുമായിട്ടുള്ള സാമീപ്യത്തിലാണ് കർത്താവിന്റെ കൃപയും സമാധാനവും നമുക്ക് വർദ്ധിച്ചു വരുന്നത്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. See, when we are close to God, the grace is abounding. When we are close to God, the peace is abounding. നമ്മൾ കർത്താവിനോട് അടുക്കുന്തോറും അവന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. നമ്മൾ കർത്താവിൽ അടുക്കുന്തോറും ആ പീസ് നമ്മളിലേക്ക്, ആ സമാധാനം നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ സമാധാനരഹിതരായി തീരുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ, ബിക്കോസ് they are not close to God. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഡിഫറെന്റ് ആണ്. യേശു ക്രിസ്തുവിന്റെ സമാധാനം അവന്റെ സാമീപ്യം കൊണ്ട് നമുക്ക് തരുന്ന സമാധാനമാണ്. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. അത് ലോകം തരുന്നത് പോലെ അല്ല. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം ലോകം എടുത്തു കളയും. പക്ഷെ ഞാൻ തരുന്ന സമാധാനം എടുത്തു കളയാൻ ലോകത്തിന് കഴിയുകയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുള്ള, അതാണ് പ്രോമിസ്. അതായത് യേശുവിന്റെ സമാധാനം അവന്റെ സാമീപ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ്. അവനെ അനുഭവിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ്. There is a peace that passes all understanding. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും തകർന്നു പോകാത്തതായ സമാധാനം. എന്തുകൊണ്ടാണ്? Because they are enjoying Jesus. യേശുവിനെ അനുഭവിക്കുന്ന സമാധാനം. ഇന്ന് രാത്രിയിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം. ഞാൻ പറയട്ടെ, ചില ആളുകൾ സമാധാനം കിട്ടാനായിട്ട് എവിടെല്ലാം പോകും. ഇന്നിപ്പോ എല്ലാവർക്കും യോഗയാണ്. യോഗ, ആർട്ട് ഓഫ് ലിവിങ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്കിൾ ക്യാൻ ഐ ഗോ ഫോർ ആർട്ട് ഓഫ് ലിവിങ്? എനിക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകാം. ഞാൻ ചോദിച്ചു, വൈ യു ഷുഡ് ഗോ? Yeah, we will get peace and things like that. Art of living. ഞാൻ അവളോട് ചോദിച്ചു, മോനെ അതൊന്നോട് പറഞ്ഞു, ആർട്ട് ഓഫ് ലിവിങ്, റൈറ്റ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് ഈസ് an art. What is art? Art is imitation. It is not reality. Why you should go for art of living? You can have, when you can have life itself in Jesus. Art എന്ന് പറയുന്നത് എന്താണ്? ഇമിറ്റേഷൻ. നമ്മളൊരു ചിത്രം വരച്ചാൽ ചിത്രം റിയൽ അല്ല, എന്തോ ഒന്നിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ചിത്രം. എന്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ജീവനുള്ളതല്ല, ആണോ? അല്ല, എന്നെ ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഇമിറ്റേഷൻ, അതാണ് ആർട്ട് എന്ന് പറയുന്നത്. ഒരാൾ എന്നെ നോക്കി വരച്ചെന്ന് വെച്ചു, എന്നെ നോക്കി ഒരാൾ ചിത്രം വരച്ചു, അത് ജീവനുള്ളതല്ല, എനിക്കാ ജീവനുള്ളത്. അപ്പൊ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? അതിനകത്ത് ജീവനില്ലെന്നാ. ഇറ്റ് ഈസ് ആർട്ട്. There is no life. Why we should go for art of living when you have life itself in Jesus? Amen. So come to Jesus. ഇങ്ങനത്തെ കൊല്ലാപ്പുകൾക്കും കുത്രാണങ്ങൾക്കും എല്ലാം പോയിട്ട് നമ്മുടെ ജീവിതം വെറുതെ കളയേണ്ട ഒരു കാര്യവുമില്ല. I'm saying it because എന്നോട് ചോദിച്ചത് വിശ്വാസിയായ ഒരു ചെറുക്കനാണ് ചോദിച്ചത്. സഭയിൽ ആക്റ്റീവായിട്ട് വരുന്ന ഒരു ചെറുക്കനാണ് എന്നോട് ചോദിച്ചത്. അങ്ങനത്തെ പിള്ളേരെ പോലും വഞ്ചിക്കാനായിട്ട് പിശാച് ഓരോരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. That is what I say. Life, നിങ്ങൾക്ക് ആ ജീവൻ, ആ വെളിപ്പെട്ട നിത്യജീവൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതാണ് എനിക്ക് ഇന്ന് രാത്രി പറയാനുള്ളത്. ജീസസ് ഈസ് അവൈലബിൾ ഫോർ യു. He is close to you and you can enjoy him, you can experience him. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് യേശു പറയാൻ, എന്നെ അനുഭവിക്കും. പത്രോസ് പറയുന്നത് ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞു, ഞങ്ങൾക്ക് യേശുവിൽ വിശ്വാസം. പക്ഷെ അതേ വിശ്വാസം ഓഫ് ഈക്വൽ സ്റ്റാൻഡിങ് യു ഹാവ്. നമ്മൾ വേറൊരു കാലഘട്ടത്തിലായിരിക്കും ജീവിക്കുന്നത്, പക്ഷെ അതേ വിശ്വാസം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഈ കൃപയുടെ ഒരു പ്രത്യേകത ഒന്നാണ്, ഈ കൃപ എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ
ഒഴുക്കിന്റെ അവിടെ പോയി നിന്നാലേ ഈ കൃപ കിട്ടുന്നു. എത്ര ക്ലോസ് ആകുന്നു അത്രയും. ഇപ്പം ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ദൂരെ ചെന്നാലും 2-3 തുള്ളിയൊക്കെ ചിലപ്പോൾ തെറിച്ച് വീഴുന്നില്ല. ഒരു വെള്ളച്ചാട്ടം സപ്പോസ് വലിയ ഒരു വാട്ടർഫോൾ, അതിന്റെ ഒരു മേ ബി കുറച്ച് മീറ്റേഴ്സ് അകലെ പോയി നിന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും, ചില തുള്ളികളൊക്കെ തെറിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ശരിക്കും ആ വെള്ളച്ചാട്ടത്തിൽ മുങ്ങണമെങ്കിൽ, അതിനകത്തായി തീരണമെങ്കിൽ you need to go closer to the waterfall. Likewise, ദൈവകൃപ ഒഴുകുന്നതിന്റെ 7 അടി ദൂരെ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ തുള്ളികളൊക്കെ തെറിച്ചു കൊണ്ടിരിക്കും. പക്ഷേ യേശുവുമായിട്ടുള്ള ക്ലോസ്നെസ്സിലാണ്, അവന്റെ പരിജ്ഞാനത്തിലാണ്, യേശുവിന്റെ പരിജ്ഞാനത്തിലാണ് കൃപ വർദ്ധിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ കൃപ പ്രാപിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. ഇത് ടേക്ക് അവേ കിട്ടുന്ന സാധനമല്ല. നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും, ടേക്ക് അവേ കിട്ടും. No, you need not go and sit there. You just order it. ഇന്നിപ്പം ഊബർകാരൻ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുതരും. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്ന സാധനമല്ല കൃപ. കൃപ കിട്ടണമെങ്കിൽ അവന്റെ പരിജ്ഞാനത്തിലാണ് ഈ കൃപ വർദ്ധിക്കുന്നത്. അവന്റെ പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അവനോട് ക്ലോസ് ആയിട്ട് ചേർന്നിരിക്കണം. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ആ കൃപ എന്ത് ചെയ്യും? ആ കൃപയും സമാധാനവും വർദ്ധിക്കുമാണ്. അങ്ങനെ കർത്താവിനെ അനുഭവിക്കുന്ന വ്യക്തികൾ എന്തൊരു പീസ്ഫുൾ ആണെന്ന്. ഐ എൻജോയ് ജീസസ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കർത്താവിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഈ പറഞ്ഞ വലിയ താല്പര്യമൊന്നുമില്ല. മറ്റുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യം. എന്തുകൊണ്ട്? ബിക്കോസ് ഐ എൻജോയ് മൈ ലൈഫ് വിത്ത് ജീസസ്. അവിടെ എനിക്ക് കൃപ ഒഴുകി വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സമാധാനം ഒഴുകി വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഐ ഹാവ് പീസ് ഇൻ മൈ ലൈഫ്. അത് ചെറിയ സമാധാനമൊന്നുമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അവിടെ പറയുന്നു, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. വർദ്ധിച്ചു വരിക. 3-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പല പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ആകുന്നിടത്തോളം 3 ദിവസത്തെ ക്ലാസ്സുകളേ ഉള്ളൂ. ആകുന്നിടത്തോളം പലരുടെയും ലൈഫ് ഒന്ന് പഠിച്ചിട്ട് ആ ലൈഫില് അവൻ എത്രത്തോളം ആ ദൈവ സ്വഭാവം വെളിപ്പെടുത്തി അത് നമുക്ക് ഒരു പാഠമാകാനും അത് നമ്മൾ അനുഭവിക്കാനുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണത്തിന്റെ 3 ദിവസങ്ങളാണ്. ഈ 3 ദിവസങ്ങൾ നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ച് ഈ 3 ദിവസത്തെ ബൈബിൾ സ്റ്റഡി കേട്ടിട്ട് നിങ്ങൾ തലയിൽ ഒന്നും കയറ്റാൻ വേണ്ടി തലയിൽ കയറും തീർച്ചയായിട്ടും, അതല്ല. പക്ഷെ തലയിൽ മാത്രം കയറാൻ വേണ്ടിയല്ല, നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോംഡ് ആകാൻ വേണ്ടിയാണ് ഈ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്. വളരെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആവശ്യം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞങ്ങൾ അനുഭവിച്ച അതേ കാര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കണം. യു ഹാവ് ദി ഈക്വൽ ഫെയ്ത്ത് ആൻഡ് സർട്ടൻലി ആ വിശ്വാസത്തില് നിങ്ങൾ വളർന്നു വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവിന്റെയും യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴായിട്ടേ പറയുന്നുള്ളൂ, ഒറ്റയടിക്ക് പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിന്റെ പ്രത്യേകത, His divine power has granted to us all things that pertain to life and godliness through the knowledge of Him who called us into His own glory and excellence. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ദാറ്റ് മീൻസ് ഇത് നമുക്ക് കിട്ടാത്ത മുന്തിരിങ്ങയായിട്ട് മോളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു മുന്തിരിക്കൊലയൊന്നും അല്ല. കുറുക്കന്റെ കാര്യം ചാടി പൊളി കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കിട്ടാ മുന്തിരിങ്ങ അല്ല ഇത്. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സാധാരണ വിശ്വാസിക്ക് ഒരു കിട്ടാക്കനിയല്ല. പലപ്പോഴും പിശാച് പറയുന്നതാണ്, നമുക്കിപ്പോ അങ്ങനെ വല്ലതും പറ്റുമോ,
ഇപ്പൊ ആൾക്കാർ തന്നെ നമ്മളിതൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ഒന്നും ആകാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ പല മെസ്സേജസിലൊന്നും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ചർച്ചിൽ പോയി, അവൻ പോയി പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ്. അത് ഞാൻ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നുകൂടെ പറയുന്നതിന്റെ കാര്യം ഇതാണ്, ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താലും അത് കുഴപ്പമില്ല, കാര്യം അത് നമുക്ക് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഇവൻ പറഞ്ഞ് യേശു ക്രിസ്തു ഒരു കുടുംബജീവിതം നയിക്കുമെങ്കിൽ എങ്ങനെയായിരുന്നു ജീവിക്കുന്നത് അതുപോലെ വേണം നമ്മൾ കുടുംബത്തിൽ ജീവിക്കാൻ. യേശു ക്രിസ്തു ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ എങ്ങനെ ജോലി ചെയ്യുമായിരുന്നു അങ്ങനെ വേണം നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യാൻ. യേശു ക്രിസ്തു മാർക്കറ്റിൽ പോകുമ്പോൾ എങ്ങനെ ഇടപെടുമായിരുന്നു അങ്ങനെ വേണം നമ്മൾ ഓരോ മാർക്കറ്റിൽ പോകുമ്പോൾ ഇടപെടേണ്ടത്. യേശു ക്രിസ്തു ബസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ കയറുമ്പോൾ എങ്ങനെ ഇടപെടുമായിരുന്നു അതുപോലെ വേണം നമ്മൾ ട്രെയിനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും ഇടപെടേണ്ടത്. യേശു ക്രിസ്തു ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യുമായിരുന്നു അതുപോലെ വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. അപ്പൊ ഈ സഭയിലെ നല്ലൊരു ശതമാനം ആളുകൾ ബിസിനസ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാം കൂടെ പറയാൻ തുടങ്ങി, ചേട്ടാ യേശു ബിസിനസ് ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്തിട്ട് പിന്നെ എന്താ കിട്ടാനല്ല. എടി യേശു ബിസിനസ് ചെയ്ത പോലെ ബിസിനസ് ചെയ്ത് കഴിക്കാൻ പിന്നെ ഈ പറയുന്ന കൊള്ളലാഭം പറ്റോ, കള്ളത്തരം കാണിക്കാൻ പറ്റുമോ? ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവരിങ്ങനെ വരുമ്പോൾ പിന്നെ യേശു ബിസിനസ് ചെയ്ത പോലെ ബിസിനസ് ചെയ്യാൻ യേശു ജോലി ആകപ്പാടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. പിന്നെ പാസ്റ്റർ എഴുന്നേറ്റ് ഒരു ആശ്വാസം വചനം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ജോജോ ബ്രദർ പറഞ്ഞത് വളരെ സത്യമാണ്, നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന യേശു ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ്. പിന്നെ എല്ലാം ഒന്നും ചെയ്യാനും നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ ആ ലാഭോളം നമ്മൾ അതിലൊക്കെ പരിശ്രമിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോഴാണ് വിശ്വാസികളുടെ ശ്വാസം നേരെ വീണത്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കിട്ടാക്കനിയാണെന്ന് പിശാച് നമ്മളോട് പറയുന്ന ആ കള്ളത്തരം നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ആളുകളോട് സംസാരിച്ചാലും അവർ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പറയുന്ന ആൾക്ക് നമ്മളെന്നെ യേശു ക്രിസ്തു വാങ്ങും, നമുക്കിപ്പോ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ആളുകൾ പറയുന്ന, എന്റെ ബ്രദറെ എന്തോ ചെയ്യാന് നമ്മൾ രക്ഷിക്കാൻ പെട്ടുപോയില്ലേ ബ്രദറെ? പെട്ടുപോയെന്നാ? ഞാൻ അങ്ങനെ പെട്ടുപോയതൊന്നുമല്ല, എന്റെ ചോയ്സ് ആയിരുന്നു. ഐ എൻജോയ്. ഇതിനകത്ത് സന്തോഷിക്കാതിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. This is a kind of joy that God gives me. അതുകൊണ്ട് അതാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. എനിക്കിത് ഭയങ്കര ജോയ്ഫുൾ ആണ്. ഈ ക്രിസ്തീയ ജീവിതം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന ജീവിതമാണ്. എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ്. ഒരു ദേവദാസ് ഒരിക്കൽ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 35 years back he said a holy life is a jolly life. ഒരു വിശുദ്ധ ജീവിതം ഒരു സന്തോഷത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ജീവിതമാണ്. ഇറ്റ്സ് എ സെലിബ്രേഷൻ. അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് യേശുവിന്റെ കൂടെയാണ്. യേശുവിന്റെ കൂടെ ഞാനത് സെലിബ്രേറ്റ് ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പത്രോസ് പറയുന്ന കാര്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിയും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്റെ മഹത്വത്താലും വീര്യത്താലും എന്ന് പറയുന്നത് കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് അവൻ വിളിച്ചത് അവന്റെ മഹത്വത്താലാണ്, വീര്യത്താലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് divine power has granted us everything that pertains to life and godliness. അതിന് ആവശ്യമുള്ളതൊക്കെ divine power has granted to us all things that pertain to life and godliness through the knowledge of him he called us to his own glory and excellence. അവന്റെ വീര്യത്തിലേക്ക് അവൻ നമ്മളെ വിളിച്ചത്, അവന്റെ കോളിംഗ് എന്ന് പറയുന്നത് we are called to his own glory and excellence. അവന്റെ മഹത്വത്തിലേക്കും എക്സലൻസിലേക്കും. എക്സലൻസ് അതായത് പുത്രത്വത്തിലുള്ള ഒരു ജീവിതത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, എക്സലൻസിലേക്ക്. അതിന്റെ ഹയർ സ്റ്റേജിലേക്കാണ് വിളിച്ചത്. മിനിമം മാർക്ക് വാങ്ങിച്ച് എങ്ങനെങ്കിലും കടന്നുകൂടുന്ന ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എക്സലൻസിലേക്കാണ്. Excellence, that means the highest thing. God has called us to his excellence. അവന്റെ എക്സലൻസിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിസ്തീയ ജീവിതം നമ്മൾ അതിന്റെ മാക്സിമം എൻജോയ് ചെയ്തു തുടങ്ങി. മാക്സിമം. അല്ലാതെ പലപ്പോഴും നമ്മളൊരു പ്രശ്നം,
വല്ല വിധേനെ വന്ന് സ്വർഗത്തിലൊന്ന് കയറി പറ്റണമെന്നുള്ള ചിന്ത മാത്രമേ പലർക്കും ഉള്ളൂ. അത് തന്നെ ഇപ്പൊ ഇല്ലാതെ വന്നിരിക്കുക. കാര്യം ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോകും, അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നൊന്നുമില്ല. പക്ഷെ അങ്ങനല്ല. when I live here, ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവും ഒരുമിച്ച് അവന്റെ പരിജ്ഞാനത്തിൽ ഞാൻ ഒരു എക്സലൻസിൽ ജീവിക്കണം, അവന്റെ വീര്യത്തിൽ ജീവിക്കണം, അവന്റെ പരിജ്ഞാനത്തിൽ ജീവിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതാണ്, his own glory and excellence, അവന്റെ മഹത്വത്തിൽ ജീവിക്കണം. Every child of God should live in a glorious stage. Glorious എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ യെസ് ബ്രദർ, അതാ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നത്. എല്ലാവരും പറയുന്നത് എന്താണ്? കർത്താവ്, നമ്മൾ രാജാവിന്റെ മക്കളാണ്, അതുകൊണ്ട് രാജാക്കന്മാരെ പോലെ നമ്മൾ ജീവിക്കണം. ഞങ്ങളുടെ ഒരു മിഷണറി ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കൽ ഇതുപോലെ ഒരു പാർട്ടി വിളിച്ചു, അവരുടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. മീറ്റിങ്ങിന് വിളിച്ചത് ഒരു സ്റ്റാഫ് ഹോട്ടലിൽ വെച്ചു. ഇപ്പൊ സ്റ്റാഫ് ഹോട്ടലിൽ മിഷണറിമാരെ, പല മിഷണറിമാരെ വിളിച്ച് ഞങ്ങളുടെ മിഷണറി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത്, we are children of the king, so we need to live like prince and princess. നമ്മൾ രാജകുമാരന്മാരെ പോലെ വേണം ജീവിക്കാൻ. Because our father holds everything in the world. ലോകത്തിലെ മുഴുവൻ സമ്പത്തും നമ്മുടെ പിതാവാണ്. ലോകത്തിലെ സകല പണവും നമ്മുടെ പിതാവാണ്. Every gold belongs to our father, every diamonds belongs to our father, all money belongs to our father, every richness belongs to our father. So you need to live in richness, and everything is for you. If you worship this God, you are going to get the best in the world, all the best in the world. ലോകത്തിലെ എല്ലാത്തിന്റെയും ഏറ്റവും ബെസ്റ്റ് നിനക്ക് കിട്ടും. കാര്യം ഈ ലോകത്തിലെ മുഴുവൻ ബെസ്റ്റും ആരുടെയാ? നിന്റെ പിതാവിന്റെയാ. ഈ ദൈവത്തെ നമസ്കരിച്ചാൽ നിനക്ക് ഇതെല്ലാം കിട്ടും. ഞങ്ങളുടെ മിഷണറി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഞാൻ ഈ മെസ്സേജ് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ബ്രദർ നേരത്തെ എന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്താ ഇത് കേട്ടിട്ടുള്ളത്? അത് ഇപ്പോഴൊന്നും അല്ല, ഒരു പഴയ പ്രസംഗമാണ്. പഴയ പ്രസംഗമോ? എത്രയും പഴയത്? ഒരു 12,000 വർഷം പഴക്കമുണ്ട്. വിൽഡർനെസ്സിൽ വെച്ച് ഇതേ പ്രസംഗം യേശുവിനോട് ഒരു പാർട്ടി പ്രസംഗിച്ചായിരുന്നു. സെയിം കാര്യമാണ് പറഞ്ഞത്. ഈ ലോകത്തിന്റെ എല്ലാ മഹിമയും ഞാൻ നിനക്ക് തരും, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം, ഈ ലോകത്തിന്റെ ദൈവത്തെ നമസ്കരിച്ചാൽ ഈ ലോകത്തിന്റെ മഹിമ കിട്ടും. സ്വർഗത്തിലെ ദൈവത്തെ നമസ്കരിച്ചാൽ സ്വർഗത്തിലെ വീര്യം, സ്വർഗത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കർത്താവ് നമ്മെ അവന്റെ മഹത്വത്തിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ അവന്റെ വീര്യത്തിലേക്ക്, അവന്റെ എക്സലൻസിലേക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവന്റെ മഹത്വം എന്ന് പറയുന്നത് ഭൗതികമായ മഹത്വമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ല ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കർത്താവ് തരും. അത് കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. നീഡ്സ് അല്ല, നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. ഗോഡ് വിൽ പ്രൊവൈഡ് എവരിതിങ്. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഞാൻ പോവർട്ടി പ്രസംഗിക്കുന്ന ആളൊന്നുമല്ല. എന്നോട് ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചർ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, സാജു, ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്, നിങ്ങളൊക്കെ പോവർട്ടി പ്രീച്ചേഴ്സ്. ഞാൻ പറഞ്ഞു, പൊന്നു പാസ്റ്റർ, ഞാൻ പോവർട്ടി പ്രീച്ചറല്ല. ഞാൻ ആരും പട്ടിണി കിടക്കണമെന്ന് പ്രസംഗിക്കുന്നൊന്നുമില്ല. ഞാൻ പോവർട്ടി അല്ല പ്രസംഗിക്കുന്നത്, ഞാൻ സംതൃപ്തിയാണ് പ്രസംഗിക്കുന്നത്. പ്രോസ്പെരിറ്റിയും അല്ല, സമൃദ്ധിയല്ല, പ്രത്യുത സംതൃപ്തിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സംതൃപ്തി. ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. കർത്താവിനെ പിൻപറ്റുന്ന വ്യക്തികളുടെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെ കർത്താവ് നിർവഹിച്ചു തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. പ്രതിസന്ധി ഉണ്ടാകുന്നെങ്കിൽ എന്നെ ചില പാഠങ്ങൾ, ഡിസിപ്ലിൻസ്, പിള്ളേർക്ക് എന്തെല്ലാം ഡിസിപ്ലിൻസ് നമ്മൾ കൊടുക്കും, അതുപോലെ എനിക്ക് തരുന്ന ചില ഡിസിപ്ലിൻ ഉള്ളതേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക പരാധീനതയോ അല്ലെങ്കിൽ ഒരു ദിവസം പട്ടിണിയോ ഒക്കെ വന്നാലും അതിനകത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം എനിക്ക് ആവശ്യമുള്ളത് തരും. എനിക്ക് ദൈവം ഒരു മെനു ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കർത്താവ് എനിക്ക് തരും. ഒരെണ്ണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മെനുവിൽ അതില്ലായിരുന്നു. ഞാൻ ഒരു വീട്ടുപ്രാർത്ഥനയ്ക്ക്, നമ്മുടെ നാട്ടില് ഒരു വീട്ടുപ്രാർത്ഥനയ്ക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി കൊടുത്ത കൂട്ടത്തിൽ വിളമ്പാൻ നിന്ന ആളുകൾ, ബിരിയാണി ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയുണ്ട്. അപ്പം ബിരിയാണി മുട്ടയെങ്കിലും വിളമ്പുകൾക്ക് വന്നു. ഈ വിളമ്പിയ പിള്ളേർക്ക് മുട്ട കിട്ടിയില്ല. ബാക്കി എല്ലാവർക്കും
മുട്ടയൊക്കെ വെച്ച് വിളമ്പി. പക്ഷെ വിളമ്പിയ ആളുകൾക്ക് മുട്ട തികഞ്ഞില്ല. ഉടനെ കൊടുത്തിറങ്ങിയുള്ളൂ, ഞാൻ വിളമ്പാൻ നമ്മൾ മുട്ട തിന്നാൻ വല്ലവരും. അപ്പൊ വിളമ്പിയതിന്റെ ആ പ്രയാസത്തിൽ ഇവർ ഇത്രയൊക്കെ പറഞ്ഞു, മുട്ട കിട്ടിയില്ല. ഉടനെ മറ്റേ സഹോദരൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, നീ എന്തിനാ അതിനൊക്കെ വിഷമിക്കുന്നത്? എനിക്കറിയാം ഇന്നത്തെ എന്റെ മെനുവിനകത്ത് മുട്ടയില്ലായിരുന്നു. ദൈവം എനിക്ക് ഇന്ന് വെച്ചിരിക്കുന്ന മെനുവിനകത്ത് മുട്ടയില്ലായിരുന്നു, വേണ്ട, അത്രേ ഉള്ളൂ. ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന മെനുവിനകത്തുള്ളത് സാത്താൻ തട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന മെനുവിനകത്തുള്ളത് സാത്താൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. നിന്റെ ഭൗതിക നന്മകളെ അപഹരിക്കാൻ സാത്താൻ വരുന്നതൊക്കെ പ്രവാചകന്മാർ വന്ന് പറയും. അങ്ങനൊന്നും പിശാചിനൊന്നും എന്റെ നന്മയൊന്നും തട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതെന്തോന്നാണ്? നമ്മൾ ദൈവമക്കളാണെങ്കിൽ സാത്താന് നമ്മളെ തൊടണമെങ്കിൽ കർത്താവിന്റെ അനുവാദം ഇല്ലാതെ പറ്റുമോ? ഇല്ല. പിന്നെ നമ്മളെന്തിനാ? പിന്നെ കർത്താവ് അനുവാദം കൊടുത്താൽ അതിന് കർത്താവിന് ഒരു ലക്ഷ്യം. ഇയ്യോബിന്റെ കാര്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തത് കൊണ്ട് അവന്റെ ഭക്തി തെളിയിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുക. ഇയ്യോബ് ഒരിക്കൽ പോലും ഈ കഷ്ടതയിലൂടെ പോകാതെ സമൃദ്ധിയിൽ തന്നെ ജീവിച്ച് മരിച്ചായിരുന്നെങ്കിൽ ഈ യോബിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നു? അവൻ കുറച്ച് നാള് വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. പക്ഷേ ഇന്നും അവൻ സ്വർഗത്തിലെ ഗ്ലോറിയസ് ആണ്, ഭൂമിയിലെ ഗ്ലോറിയസ് ആണ്. നമ്മുടെ മനസ്സിൽ തന്നെ എന്തോരം ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു സ്ഥാനം ഇയ്യോബിനുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? അവൻ സഹിച്ച ആ കഷ്ടത കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ എന്നും സമൃദ്ധി തന്നെ ഇരുന്നായിരുന്നെങ്കിൽ അവനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമായിരുന്നു? വളരെ പ്രിയമുള്ളവർ, ഇല്ല. അപ്പോൾ അവന്റെ ദാരിദ്ര്യം പോലും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ദൈവം അനുവദിച്ചതായ ദാരിദ്ര്യമാണ്. അങ്ങനെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ മുഖേന മറ്റുള്ളവരോട് അനുഗ്രഹിക്കപ്പെടും. ഇയ്യോബ് നമ്മൾ എന്തുമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇയ്യോബിനാൽ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? ആ പുസ്തകത്തിലൂടെ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഈ പുസ്തകം ഉണ്ടായതിന്റെ കാര്യം എന്തോ? അവൻ കുറച്ച് കഷ്ടം സഹിച്ചതാണ്. അപ്പൊ നമ്മൾ ചില കഷ്ടങ്ങൾ സഹിച്ചാൽ അത് നമുക്കും ആത്യന്തികമായി ഗുണമാകും, മറ്റുള്ളവർക്കും ഗുണമാകും, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ നാമത്തിനും മഹത്വകരമാണ്. അതുകൊണ്ട് കഷ്ടം വരട്ടെ, പ്രയാസം വരട്ടെ. പ്രയാസമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഷ്ടതയൊന്നും അത്ര വലിയ പ്രയാസം ഇല്ലാഴിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ പ്രീച്ചോട് പറഞ്ഞത്, എനിക്ക് പട്ടിണി പ്രസംഗിക്കാനൊന്നും ഇഷ്ടമില്ല. ഈ പട്ടിണി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, ആൾക്ക് ഇഷ്ടമുള്ളൂ. ഈ കഷ്ടതയെ പട്ടിണിയൊന്നും നമുക്ക് ആൾക്ക് ഇഷ്ടമുള്ളതല്ല. പക്ഷേ ഇനി ഒരു ദിവസത്തേക്ക് പട്ടിണിയാണ് കർത്താവ് എനിക്ക് തരുന്നതെങ്കിലും കർത്താവല്ലേ തരുന്നത്, അത് അവന്റെ ഡിസിപ്ലിനാണ്, അവനൊരു ലക്ഷ്യമുണ്ട്. അവൻ എന്നെ എന്നേക്കും തള്ളിക്കളയത്തൊന്നുമില്ല. You get my point? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണുന്നത് തന്റെ മഹത്വത്താലും വീര്യത്താലും അല്ലെങ്കിൽ തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചത്. അപ്പൊ നമ്മളെ കർത്താവ് വിളിച്ചത് തന്നെ എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലോറിയസ് ലിവിങ്ങിന് വേണ്ടിയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു മഹത്വപൂർണമായ ജീവിതത്തിന് വേണ്ടിയാണ്. ആ മഹത്വപൂർണമായ അല്ലെങ്കിൽ എക്സലൻസ്, വെർച്യു, ഗ്ലോറി ആൻഡ് വെർച്യു, അല്ലെങ്കിൽ എക്സലൻസ് എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ കറക്റ്റ്. ആ എക്സലൻസിലേക്ക്, മഹത്വപൂർണമായ അല്ലെങ്കിൽ ആ എക്സൽ ചെയ്യുന്നതായ, ആ അതിജീവിച്ച് നിൽക്കുന്നതായ, സ്വാഭാവികതയ്ക്കപ്പുറത്തുള്ള ഒരു മഹത്വപൂർണമായ ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ആ ജീവിതം അതായത് എനിക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നത് അതിലേക്കാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ എനിക്ക് ആ മനസമാധാനം ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ കുറിച്ചുള്ള ദൈവോദ്ദേശം. നിങ്ങളെ കുറിച്ചൊക്കെയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം സ്വാഭാവികമായി സാധാരണക്കാരായിട്ട് എങ്ങനെയെങ്കിലും വല്ലവിധേനയും വലിഞ്ഞു കയറി സ്വർഗത്തിൽ പോകാൻ മാത്രമല്ല. സ്വർഗത്തിൽ പോകണം, പക്ഷെ ഇവിടെ തന്നെ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട്, അവന്റെ മഹത്വം അനുഭവിക്കുന്നവരായിട്ട്, അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിട്ട്, അവന്റെ സാമീപ്യം അനുഭവിക്കുന്നവരായിട്ട്, ആ സ്നേഹം അനുഭവിക്കുന്നവരായിട്ട്, അങ്ങനെ നമ്മുടെ ജീവിതം ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാകണം. വലിയൊരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാകണം. വലിയ ഒരു സാമീപ്യം, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ നമുക്ക് കഴിയണം. We are called to his own glory and excellence. അത് അവന്റെ ഹിസ് ഓൺ എഴുതിയിരിക്കുന്നത് അവന്റെ തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും, അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. God has called us to himself. നമുക്ക് എപ്പോഴാണ് സമാധാനം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ സന്നിധി ചെല്ലുമ്പോൾ മാത്രമാണ്. അവന്റെ സന്നിധി ചെല്ലും. ഭൂമിയിൽ എന്തെല്ലോ നമുക്ക് കിട്ടിയാലും ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്
കർത്താവ് പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നവർക്ക് പിന്നെയും ദാഹി. അതൊരു വലിയൊരു ഫാക്റ്റാണ്. ഒരു മനുഷ്യൻ ഞാൻ ഈ ചിലപ്പോൾ ഈ സമൃദ്ധി പ്രസംഗിക്കാവുന്നതിന്റെ തന്നെ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് വരെ സമൃദ്ധി കൊണ്ട് ആരും സംതൃപ്തരായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സമൃദ്ധി കൊണ്ട് സംതൃപ്തരാകുന്നില്ല. നിങ്ങൾക്കിപ്പം മാസം $5000 കിട്ടുന്ന ഒരു സാലറി കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് അത് 10,000 ആക്കിയാൽ നിങ്ങൾ പറയുമോ? കുറച്ച് ദിവസത്തേക്കൊക്കെ പറയുമായിരിക്കും, ഓ ദൈവത്തിന്റെ മഹാകരുണ, $10,000 എനിക്ക് മാസം ഇപ്പം കിട്ടുന്നുണ്ട്. പക്ഷേ $10,000 കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലെ നിങ്ങൾക്ക് 15,000 വേണം, 20,000 വേണം, 20,000 ആയിക്കോട്ടെ. പക്ഷെ 20,000 നിങ്ങൾക്ക് കിട്ടിയാലും മാസം 20,000 കിട്ടിയാലും നിങ്ങൾ സംതൃപ്തരാകും? ഇല്ല, ആരും സംതൃപ്തരാകുന്നില്ല, ആരും. കുറച്ച് നാളത്തേക്ക്. അതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുന്നവർക്ക് പിന്നെയും ദാഹിക്കും. കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത, ഇവിടെ വെള്ളം അല്ലെങ്കിൽ ലോകത്തിന്റെ വെള്ളം കുടിച്ചാലുള്ള പ്രത്യേകത, കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ദാഹം ശമിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ദാഹിക്കും. ഇതുപോലെ ഭൂമിയിലുള്ള ഏത് കാര്യവും നമുക്ക് ആത്യന്തികമായിട്ട് സംതൃപ്തി തരത്തില്ല. പിന്നെ അതിനപ്പുറത്തേത് നമുക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. അത് എല്ലാവർക്കും അത്രേ പറ്റുള്ളൂ. അതൊരു ലോകത്തിന്റെ തത്വമാണ്. നിങ്ങളിവിടെ വന്നപ്പോൾ ജീവിച്ചതുപോലെ അല്ല നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചോണമെന്ന് ഞാൻ നിർബന്ധം പറയുമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ യു കനോട്ട്, ബിക്കോസ് ഈ വെള്ളം കുടിക്കുന്നില്ല പിന്നെ ഇതായി നമുക്ക് അതിന്റെ ബെറ്റർ ആയിട്ടുള്ള അതിനേക്കാൾ അപ്പുറത്ത് ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അതിന്റെ അപ്പുറത്തെ കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു. അതുകൊണ്ടാണ് പറഞ്ഞത് സമൃദ്ധി കൊണ്ട് ആരും സംതൃപ്തരായിട്ടില്ല. സംതൃപ്തി കിട്ടണമെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചാലേ പറ്റൂ. ദൈവത്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് സംതൃപ്തി തരുന്നത്. ആ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ പിന്നെ മറ്റേതൊക്കെ ചില കുറവാണെങ്കിലും നമ്മൾ സംതൃപ്തരായിരിക്കും. അല്ലാതെ ഞാൻ പറഞ്ഞത് പട്ടിണിയിൽ ആർക്കും സംതൃപ്തരാകാൻ പറ്റുകയില്ല unless he is enjoying the presence of God. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് സംതൃപ്തരാകാനായിട്ട് പറ്റത്തില്ല. പട്ടിണി കൊണ്ട് സംതൃപ്തരാകാൻ പറ്റില്ല. പട്ടിണി ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ ദൈവം ചെയ്യുന്ന നമ്മൾ കർത്താവിനെ നന്ദി കരയറ്റാനാണെങ്കിൽ എന്തിനു വേണമെങ്കിലും നന്ദി കരയറ്റും. ഞാൻ ആഫ്രിക്കയിലെ ഖനിത്തൊഴിലാളികളുടെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഖനിത്തൊഴിലാളികൾ അവർക്ക് ദൂരെ നിന്ന് അവർ ജോലി ചെയ്യാനായിട്ട് വരും. രാവിലെ 6 മണിക്ക് ജോലി തുടങ്ങും, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അവരുടെ ജോലി. 2 മണി കഴിഞ്ഞാൽ അവർ ഫ്രീയാണ്. ഈ 2 മണി കഴിയുമ്പോഴാണ് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. ഇപ്പോഴും എനിക്കറിയാം പല രാജ്യങ്ങളിലും, ഞാൻ ചെന്നിട്ടുള്ള രാജ്യങ്ങളിൽ ആളുകൾ ഒരു നേരമേ കഴിക്കുന്നുള്ളൂ. കാര്യം അങ്ങനെയൊക്കെ പ്രാക്ടീസ് ആയിപ്പോയി. കാര്യം നമുക്ക് ഒരു നേരം കഴിക്കാനേ ഉള്ളൂ. ഇപ്പൊ ഇച്ചിരി കൂടുതൽ പൈസ കിട്ടിയപ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, 2 നേരം കഴിക്കാൻ അവരവിടെ തന്നെ പ്രാക്ടീസ് ആയിപ്പോൾ പോയ ആളുകളുണ്ട് ഇപ്പോൾ ഉണ്ടായി. അപ്പോൾ ഈ ഖനിത്തൊഴിലാളികളിൽ ഇവര് രാവിലെ പൊതി കെട്ടിക്കൊണ്ട് വരും. ഒരു പക്ഷേ 2 മണി 3 മണി ആകുമ്പോൾ എനിക്ക് നടക്കുന്നതാണ്. നടന്ന് ഖനിയിൽ വന്ന് 6 മണി ആകുമ്പോൾ പണിക്ക് കയറി 6 തൊട്ട് 2 മണി വരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് പെരിയ ഇവര് തിരിച്ചു വന്നു. ഇത് എന്നുമുള്ള റുട്ടീനാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ക്രിസ്ത്യാനികളെ ഒത്തിരി പേരുണ്ട് ഖനികളുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി രാവിലെ തൊട്ട് പണിയെടുത്ത് ഉച്ചയ്ക്ക് 2 മണിയായി ഭക്ഷണം കഴിക്കാൻ. തലേ ദിവസം 2 മണിക്ക് ഭക്ഷണം കഴിച്ചതാ, പിന്നെ വന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ പൊതിച്ചോറ് ആരാണ് പൊതിച്ചോറ് പോയി. എല്ലാവർക്കും ഭയങ്കര സങ്കടം. പക്ഷെ ഇവന് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ഓൾ മൈ ലൈഫ് ഈസ് ലവിങ് യു എന്നൊക്കെ പാട്ടുമൊക്കെ പാടിക്കൊണ്ട് അവനൊക്കെ നടക്കുക. അപ്പൊ ആൾക്കാരെ എന്തിച്ചു, ഇവന് വിശന്നിട്ട് രാത്രി വിളിച്ചതാണ്. പിന്നെ ഇങ്ങനെ പാടുന്നു, നീ എന്തോ ഈ പാട്ട് പാടി നടക്കുന്നത്? യെസ്, ഞാൻ പാട്ട് പാടുക. അതെന്താ നിന്റെ പൊതിച്ചോറ് പോയത് നിനക്ക് സങ്കടമില്ല? ഉണ്ട്. പിന്നെന്താ നീ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പൊതിച്ചോറെല്ലാം പോയുള്ളൂ, പിന്നെന്തോ പാടാനുള്ളൂ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മോട്ടിച്ചോണ്ട് പോയവൻ എന്നാണ് എന്റെ വിശപ്പും മോട്ടിച്ചോണ്ട് പോയായിരുന്നെങ്കിൽ നാളെ ഞാൻ എങ്ങനെ കഴിച്ചേനെ. ഇതിപ്പോ പൊതിച്ചോറ് പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റുമല്ലോ. പക്ഷെ എന്റെ വിശപ്പെന്നാണ് മോട്ടിച്ചോണ്ട് പോയായിരുന്നെങ്കിൽ. കാര്യം എന്തിനകത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനതാ പറഞ്ഞത്, സംതൃപ്തി ഉള്ളവൻ എല്ലാത്തിനകത്തും സംതൃപ്തി ഉള്ളവൻ എല്ലാത്തിനകത്തും സംതൃപ്തി ഉള്ളവൻ എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി കരയേറ്റുന്നവനായിരിക്കും. അവൻ നന്ദി കരയേറ്റുന്നവനായിരിക്കും. എന്തിനു വേണ്ടി നന്ദി കരയേറ്റുന്നവനായിരിക്കും. ഒരു ദൈവദാസൻ ഒരിക്കല് അദ്ദേഹത്തിന്റെ ബാഗ് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോ ഇദ്ദേഹം ദൈവത്തിന് നന്ദി കരയേറ്റുന്നത്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ടും
ഇപ്പോഴാണല്ലോ എൻ്റെ ബാഗ് ആദ്യമായിട്ട് പോകുന്നത്. അതോടൊപ്പം ഞാൻ നിനക്ക് നന്ദി കരയറ്റുന്നു. കാര്യം എപ്പോഴും എൻ്റെ ബാഗൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല, ഇപ്പോഴല്ലേ പോയുള്ളൂ. പിന്നെ കർത്താവേ, അതിനകത്ത് എൻ്റെ പൈസ ഉണ്ടായിരുന്നു, അത് പോയി. പക്ഷെ പൈസയല്ല പോയുള്ളൂ, എൻ്റെ ജീവൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി കരയറ്റുന്നു. പിന്നെ കർത്താവേ, അതിനകത്ത് എൻ്റെ വേദോസം ഉണ്ടായിരുന്നു, അതും പോയി. വേദോസം എല്ലാം പോയുള്ളൂ, നിന്റെ വചനം എൻ്റെ ഇപ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി കരയറ്റുന്നു. പിന്നെ എൻ്റെ പാട്ട് പുസ്തകവും പോയി, എന്നാലും എൻ്റെ പാട്ട് പോയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി കരയറ്റുന്നു. പിന്നെ കർത്താവേ, വേറൊരു കാര്യം ഓർത്ത് ഞാൻ നിനക്ക് കൂടുതൽ നന്ദി കരയറ്റുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എൻ്റെ ബാഗാണല്ലോ മോഷ്ടിച്ചത്, ഞാൻ അവൻ്റെ ബാഗ് മോഷ്ടിച്ചില്ലല്ലോ, എൻ്റെ ക്യാരക്ടർ പോയില്ലല്ലോ. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു. സാധനങ്ങൾ പോകുന്നതല്ല പ്രധാനം, ക്യാരക്ടർ പോകാതിരിക്കുന്നതല്ല പ്രധാനം. സാധനങ്ങൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, പക്ഷെ ക്യാരക്ടർ പോകരുത്. ഹല്ലേലൂയ. തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചോ. അപ്പോ എപ്പോഴും ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഐ ആം കോൾഡ് ടു ഹിസ് എക്സലൻസ്, ഐ ആം കോൾഡ് ടു ഹിസ് ഗ്ലോറി. അവന്റെ എന്ന് പറയുന്നത് അവനിലേക്ക്, അവന്റെയാണ് ഹിസ് ഓൺ എക്സലൻസ്, ഗ്ലോറി ആൻഡ് എക്സലൻസ്. നമ്മൾ 4-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവ്. യഹോവ ഭക്തനെ തനിക്ക്, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ക്രിയേറ്റഡ് എവറിതിങ് ഫോർ മാൻ. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന് വേണ്ടി ഭൂമിയെ ഉണ്ടാക്കി, മനുഷ്യന് വേണ്ടി ചെടികൾ ഉണ്ടാക്കി, മനുഷ്യന് വേണ്ടി സൂര്യനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ലോകത്തിൽ എന്തൊക്കെ ദൈവം സൃഷ്ടിച്ചോ അത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. ഇതെപ്പോഴും ഓർത്തോണം. ഭൂമിയിലെല്ലാം കർത്താവ് എനിക്ക് തന്നിരിക്കുകയാണ്, പക്ഷേ എന്നെ ഞാൻ ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. ബിക്കോസ് ഐ ബിലോങ് ടു ഹിം. അവന് വേണ്ടി അവൻ വേർതിരിച്ചിരിക്കണം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു, അവന് വേണ്ടി വേർതിരിക്കുന്നു. He has created me for him. അവൻ എന്നെ അവന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ എന്നെ അവന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവന്റെ മഹത്വത്തിലേക്കും അവന്റെ വീര്യത്തിലേക്കും, അഥവാ അവന്റെ ടു ഹിസ് ഓൺ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് അവൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അവന്റെ ഗ്ലോറിയിലേക്ക് അവൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അവന്റെ ദിവ്യ ശക്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കൃപയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ അവൻ തന്നിരിക്കുന്നത് അവന്റെ ശക്തി കൊണ്ട്, അല്ലാതെ നമ്മൾ നേടിയെടുത്തതല്ല. അതുകൊണ്ടാണ് തന്നിരിക്കുന്നത് പറയുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. We are not gaining it, we have received it or we are given it. നമുക്ക് അവൻ തന്നിരിക്കുകയാണ്. തന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. എനിക്ക് എന്തൊക്കെ വേണം? എന്റെ ജീവനും ഭക്തിക്കും അവിടെ എഴുതിയിരിക്കുന്ന ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ലൈഫ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇൻസൈഡ്, ഗോഡ്ലിനെസ് ഈസ് പ്രാക്ടീസിങ് ദ ലൈഫ് ഇൻസൈഡ്. രണ്ടുമുണ്ട്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ജീവൻ, എന്റെ ജീവൻ ആവശ്യമുള്ളതെല്ലാം, എന്റെ ജീവൻ ആവശ്യമുള്ളത് ജീവനും ഭക്തിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്നാ പറ്റുന്ന പ്രശ്നം, ഇതിനെല്ലാം നമ്മൾ ഭൗതികമായിട്ട് കാണരുത്. എന്റെ ജീവനും ഭക്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന് ആവശ്യമായ അരി നെറ്റും ചോറും മീനും പിസായും തന്നിരിക്കുന്നതല്ല ഇവിടുത്തെ അർത്ഥം. ദ ലൈഫ് ഇൻസൈഡ്, എന്റെ ഉള്ളിലുള്ള ജീവൻ, കർത്താവ് എനിക്ക് തന്നെ ആ ജീവൻ, ഇവിടെ ഞാൻ ജീവിക്കുന്ന യേശുവിന്റെ ജീവൻ, ആ ജീവൻ ആവശ്യമുള്ളതെല്ലാം അവന്റെ പരിജ്ഞാനത്താലാണ് എനിക്ക് ലഭിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും കിട്ടുന്നില്ലേ? അല്ല, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം കിട്ടുന്നു, ജോലി ചെയ്യാത്തവന് പോലും സർക്കാർ കൊടുക്കുന്നു. അങ്ങനെ കഴിക്കാനും കുടിക്കാനും ഉള്ളതല്ല. ഇന്ത്യയിൽ ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിൽ ഒരു കുടുംബത്തിന് 30 കിലോ അരി ഒരു മാസം 30 രൂപയ്ക്ക് കൊടുക്കും. 1 കിലോ അരി 1 രൂപ. അത് സർക്കാർ കൊടുക്കുന്നത്. കർത്താവ് തരുന്നത് ഇതുപോലെ റേഷനൊന്നും അല്ല. കർത്താവ് അതല്ല ഇതിനകത്തെ വിഷയം.
അത് കർത്താവ് തരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ തരുന്നത് എന്താണ്? The life that I have within me, എനിക്ക് എന്റെ ഉള്ളിലുള്ള എന്റെ ലൈഫിന് ആവശ്യമുള്ളതെല്ലാം അവന്റെ പരിജ്ഞാനത്താലാണ് എനിക്ക് ലഭിക്കുന്നത്. അവന് എന്നെ തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അവന്റെ ദിവ്യ ശക്തി, അവന്റെ ഡിവൈൻ പവറാണ് എനിക്ക് ഈ കാര്യങ്ങൾ തരുന്നത്. His divine power has granted to us all things that pertain to life and godliness. ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് എന്ന് പറയുന്നത് എന്റെ ഉള്ളിലുള്ള ആ തുടിക്കുന്ന യേശുവിന്റെ ജീവനാണ്. യേശുവിന്റെ ജീവൻ. ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ജീവനെ ഞാൻ പ്രകാശിപ്പിക്കുന്നതാണ്, പ്രതിഫലിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ പകരുന്നതാണ്, അതല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്തുന്നതാണ്. യേശുവിന്റെ ജീവൻ ഞാൻ പ്രയോഗത്തിൽ വരുത്തുന്നു. അതിനാവശ്യമുള്ളതെല്ലാം എനിക്ക് ആര് തന്നിരിക്കുന്നു? അവന്റെ ദിവ്യ ശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. ആ ദിവ്യ ശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഏതിനാൽ? ഈ പരിജ്ഞാനത്താൽ, അഥവാ അവനോടുള്ള ആ ബന്ധത്താൽ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ വലിയ വാഗ്ദത്തങ്ങൾ, ഗ്രേറ്റ് പ്രോമിസസ്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്. By which he has granted to us his precious and very great promises. So God has given us promises. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വാഗ്ദത്തങ്ങൾ എന്ത് വാഗ്ദത്തങ്ങൾ? പ്രവാചകൻ വന്ന് പറയുന്ന വാഗ്ദത്തങ്ങളല്ല. പ്രവാചകൻ എന്ന് പറയും, 2017 12 മാസത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരു നന്മ ഒരുക്കിയിരിക്കും. ബാക്കിയുള്ള സമയം തന്നെ തിന്മയാണ് ഒരുക്കിയത്. എന്തിനാ ഇവരുടെയൊക്കെ കീഴെ പോയിരിക്കുന്നത്? എനിക്കറിയാമോ? ഞാൻ ചോദിക്കുക, കർത്താവ് എന്നും നമുക്ക് എന്ത് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ? നന്മ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. നന്മ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ഞാൻ ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിന് ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പാ ഒരാൾ ഇതേ കാര്യം ഒന്ന് പ്രസംഗിച്ചു. അവിടെ വന്നെല്ലാം വാഗ്ദത്തം, ഇന്ന് വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് വേണം പോകാൻ, വാഗ്ദത്തം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വാഗ്ദത്തങ്ങൾ എല്ലാം ഓരോരുത്തർക്കും കൊടുത്തു. ഓരോരുത്തർക്കും ഉള്ള ഇതുപോലുള്ള ഓരോ ദിവസങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്. 2013 8 മാസത്തില് 12 മാസത്തില് 9 മാസത്തില് ഓരോരുത്തർക്കും വാഗ്ദത്തം. വാഗ്ദത്തം ഇതാണ് വാഗ്ദത്തം. പിന്നെ ഈ വാഗ്ദത്തം അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ സഹിച്ചാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, വാഗ്ദത്തം നൽകിയവനേക്കാൾ വലുതാ, വാഗ്ദത്തത്തെക്കാൾ വലുതാണല്ലോ വാഗ്ദത്തം നൽകിയവൻ. അതിനായി ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വാഗ്ദത്തത്തെക്കാൾ വലുത് എന്താണ്? വാഗ്ദത്തം നൽകിയാണ്. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില്ലറ ഭൗതിക വാഗ്ദത്തങ്ങളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വളരെ ബേസിക് ആയിട്ട് അവൻ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, he has promised us eternal life. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവൻ പറയുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ലാസറസിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം അധ്യായത്തിൽ അവൻ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ട് ഒഴുകും. ഇറ്റേണൽ ലൈഫാണ് അവൻ നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സി, ഇതൊന്നും നിങ്ങളെ അങ്ങ് പ്രസവിച്ച് നിങ്ങൾ അല്ലടിയൊന്നും പറയണമെന്നൊന്നും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഖിക്കുന്ന കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ ഈ ഭൗതികമായ കാര്യങ്ങൾ കേൾക്കണമെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ സുഖിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. So the promise, the biggest promise God has given is eternal life. നിത്യജീവൻ. ബാക്കി എല്ലാം കിട്ടിയിട്ട് ഇതില്ലെങ്കിൽ എന്തോ ചെയ്യാന്? അതൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കിട്ടിയെന്ന് വെച്ചു, നിങ്ങളൊരു ബില്യനെയർ ആണെന്ന് വെച്ചോ, ആയെന്ന് വെച്ചോ, അങ്ങനെ നിങ്ങളൊന്നും ആരും ഇല്ല. ഞാൻ ഇതിനേക്കാളൊക്കെ കാശുകാരൊക്കെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ കാശുകാരെ ഞാൻ നടന്നു. ഗുജറാത്തികളുടെ കയ്യിലുള്ള കാശ് വെച്ച് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരാ ഇത്ര വലിയ കാശുകാരില്ല? നിങ്ങളൊന്നും വലിയ കാശുകാരാണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ചിരിക്കുന്നു, സത്യം പറഞ്ഞിരുന്നില്ല ചിരിക്കുന്നത്. See, you
പിന്നെ പണ്ടുണ്ടായിരുന്നതിൻ്റെ ഒരു കുറച്ചുകൂടെ കിട്ടിയപ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ കാശുകാരെ കാണാത്തത് കൊണ്ട്. നിങ്ങൾ ടാൻസാനിയായി വാ, ഞാൻ കാണിച്ചു തരാം കാശുകാരെ. അവിടുത്തെ ഗുജറാത്തികളുടെ കയ്യിലുള്ളതിൻ്റെ 1/10 നിങ്ങളിൽ ഒറ്റ ഒരാൾ വരും. ഇഷ്ടം പോലെ പൈസയുള്ള ഒരു ബില്യൺസ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബില്യൺസ് സ്വന്തമായിട്ടുള്ള ആളുകൾ, ഇഷ്ടം പോലെ ബിസിനസ് അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ അവരെ കണ്ടറിയത്തില്ല, അവർ ജാടയൊന്നും കാണിക്കുന്നില്ല. But I know people who have billions, not millions. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കുറച്ച് കാശ് കിട്ടുന്നതല്ല, അതല്ല ദൈവം തന്ന പ്രോമിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് ഇറ്റേണൽ ലൈഫ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് നേടിയിട്ട് എന്തെടുക്കാനാണ്, എന്ത് ലഭിക്കാനാണ്? The biggest thing that you need is eternal life. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം, ഇച്ചിരി കാശ് കിട്ടുമ്പോഴത്തേക്ക് ഞാനൊരു ധനികനായെന്നൊന്നും ചിന്തിക്കണ്ട. ഒരു ദിവസം കൂടെ പോകാനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ അത് ആദ്യം മനസ്സിലാക്കുക. ഒരു ദിവസം കൂടെ പോകാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ സമ്പാദിച്ചു വെച്ച ഒരു കാര്യവും നിലനിൽക്കുന്നതൊന്നും അല്ല. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത്. ഭൂമിയിലെ നിക്ഷേപത്തിന്റെ പ്രത്യേകത അത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഒരു പ്രയാസവും, പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ എത്ര വലിയ സമ്പത്ത്, എത്ര വലിയ സ്വത്ത്, എത്ര വലിയ സ്വത്തും അത്രയേ ഉള്ളൂ. പക്ഷേ നിത്യജീവൻ എങ്ങനെയാണ്? പുഴുവും തുരുമ്പും കേൾക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത സ്വർഗത്തിൽ. ഇതൊക്കെ വേദപുസ്തകത്തിലെ വാക്യം, ഇതൊക്കെ വായിച്ചു പോകണം. സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചു. നിങ്ങളുടെ എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ സ്വത്തല്ല, എന്റെ ഇറ്റേണൽ ലൈഫാണ്. എന്റെ നിത്യജീവൻ എന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതിന്റെ വില മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ചപ്പന്നും ചവറന്നും എന്നാൽ യാതൊരു മടിയും ഉണ്ടാകത്തില്ല നമുക്ക്. നിത്യജീവനെ കുറിച്ച് ബോധ്യമില്ലാത്തവരാണ് ഭൂമിയിലെ സമ്പത്തിന്റെ പിന്നാലെ ചാകാൻ നടക്കുന്നത്. Eternal life, that's what we need. Eternal life, ആ നിത്യ ജീവൻ, അതാണ് കർത്താവ് നൽകിയ ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത്. ഭൂമിയിൽ കർത്താവ് നൽകിയ ഏറ്റവും വലിയ പ്രോമിസ് ഇറ്റേണൽ ലൈഫാണ്. അത് മനസ്സിലാക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് വിലയുള്ളതായിട്ട് തോന്നില്ല. ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. ബാക്കിയുള്ളത് നിങ്ങൾ തലേ കയറത്തില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. നിങ്ങളുടെ പണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ മഹിമ കണ്ടെത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിത്യജീവന്റെ പ്രത്യേകത മനസ്സിലാക്കുക. എത്ര കാലത്തേക്ക് നിങ്ങളുടെ സമ്പത്തും മറ്റുള്ള കാര്യങ്ങൾ എത്ര കാലത്തേക്കുണ്ട്? സോറി ഫോർ എ ഷോർട്ട് ടൈം. അല്ലാതെ എന്താ? അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളൊന്നും ഞാൻ നിങ്ങൾ ഇത്രയും കുറെ ആൾക്കാരെയൊക്കെ കണ്ടല്ലോ. ഞാനിവിടെ ഒന്നും വലിയ ധനികരെയൊന്നും കണ്ടുപോകുന്നില്ല. അച്ഛൻ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീവിക്കാനുള്ള കയ്യിലുണ്ട്. ഒരു വീടോ അല്ലെങ്കിൽ ഒരു വീടുണ്ട്. ഇതൊക്കെ എല്ലാം നിങ്ങൾക്കുള്ളൂ. അല്ലാതെ എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ ആരാ ഇത്ര വലിയ കാശുകാർ? ഇനി ഉണ്ടെങ്കിലോ ഇതൊക്കെ എന്തോ ഒരു ദിവസം കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. ഒരു ദിവസം. എനിക്കറിയാവുന്ന ഒരാള്, ഞാൻ അതുകൊണ്ട് പറയുക, ഇടയ്ക്ക് കയറി പറയണം. ഇന്റർനാഷണൽ ലെവലില് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് വിറ്റുകൊണ്ടിരുന്ന, പല രാജ്യങ്ങൾക്കും മറിച്ച് വിറ്റുകൊണ്ടിരുന്ന ഒരു ബിസിനസ് വിശ്വാസം. അയാൾ 1980 കേരളത്തിൽ ഒരു വീട് വെച്ചത് 1 കോടി രൂപയ്ക്ക്. 1980 അന്ന് 2 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് തീരുന്ന സമയമാണ്. 1 കോടി രൂപയ്ക്ക്, അതായത് ഇന്ന് ആ വീട് പണിയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20 കോടി രൂപയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 20 കോടി പറ്റത്തില്ല. 1980 കാര്യം 20-30 കോടി രൂപ മുടക്കിയാലേ ഇന്ന് ആ വീട് തീർത്തുള്ളൂ. അങ്ങനെ വീട് പണിതയാള് ക്രമേണ അയാൾ ബിസിനസ് ചെയ്തു. ഈ പ്രോപ്പർട്ടീസ് പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ബട്ട് യു നോ വാട്ട് ഹാപ്പൻ, ഹിസ് ബിസിനസ് കംപ്ലീറ്റ്ലി കൊളാപ്സ്. ഭയങ്കരമായിട്ട് കൊളാപ്സ് ആയി. അതായത് ലിവറിൻ്റെ ഒരു പ്രോബ്ലം. അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അന്ന് ഇന്ത്യയിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല. അമേരിക്കയിൽ ഇയാൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു. പക്ഷേ
അമേരിക്കയിൽ അത് ചെയ്യണമെങ്കിൽ ഈ നീഡ് ഇൻ ദോസ് ഡേയ്സ് ഈ വാസ് അന്ന് 1 കോടി രൂപ ഇന്ത്യൻ രൂപ. എന്നിട്ട് എൻ്റെ വൈഫ് ജെസ്സിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ സാജുവിനോടൊന്ന് ചോദിക്കണം, അമേരിക്കയിൽ ഏതെങ്കിലും മിഷൻ ഓർഗനൈസേഷൻസ് വല്ലതും ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന മിഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. 1980 1 കോടി രൂപയ്ക്ക് വീട് പണിത ഒരാൾ സ്വയം വിശേഷിപ്പിച്ച പേര് പാവപ്പെട്ടവരാണ്. അയാളത്രയും കാശാലെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല. 80 1 കോടി രൂപ വീടുള്ളത് നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ? 1980 1 കോടി രൂപ വീടുണ്ടാകുന്ന എത്ര പേരുണ്ടോ? അത്രേ ഉള്ളൂ ഏത് സമ്പത്തും. അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങൾ ആരോഗ്യത്തിന്റെ പിന്നാലെ പോകരുത്. ലോകത്തിലെ ഏറ്റവും ശക്തനെന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്ന ആളാണ് മുഹമ്മദ് അലി കാഷ്യസ് ക്ലേ. അയാൾ 84 ആണെന്ന് തോന്നുന്നു ഒരു ഒളിമ്പിക്സിന് ദീപശിഖ ഉയർത്തുന്നത് ഞാനിങ്ങനെ TV-യിൽ 84 അല്ല, അത് കഴിഞ്ഞിട്ടാണ് ദീപശിഖ ഉയർത്തുന്നത് ഞാനിങ്ങനെ കണ്ടു. കൈവിറക്കിയ പാർക്കിൻസൺ, ലോകത്തിലെ ഏറ്റവും ശക്തനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബോക്സിംഗ് ചാമ്പ്യൻ ഒരു ദിവസം കൊണ്ട് പാർക്കിൻസൺ വന്ന് അദ്ദേഹത്തിലെ കൈ വിറയ്ക്കാൻ തുടങ്ങി. നമ്മളെ ആരോഗ്യം എവിടെ നിൽക്കും? നിങ്ങളുടെ കാശ് എത്ര കാലത്തേക്ക് കാണും? നിങ്ങളുടെ ആരോഗ്യം എത്ര കാലത്തേക്ക് കാണും? നിങ്ങളുടെ സൗന്ദര്യം എത്ര കാലത്തേക്ക് കാണും? നിങ്ങളുടെ വിദ്യാഭ്യാസം തല ചെന്ന് വിദ്യ കളിച്ചാൽ തീർന്നില്ലേ? നിങ്ങളുടെ നോളജ് അത്രയല്ലേ ഉള്ളൂ. തലയൊന്ന് ചെന്ന് വിദ്യ കളിച്ചു കഴിഞ്ഞാൽ തീരുന്നതല്ല ഉള്ളൂ നിങ്ങളുടെ ഏത് ബുദ്ധിയും, നിങ്ങളുടെ എത്ര ഇൻഫ്ലുവൻസും. ഇതൊന്നുമല്ല നിങ്ങളുടെ സമ്പത്തെന്ന് ആദ്യം മനസ്സിലാക്കണം. യഥാർത്ഥ സമ്പത്ത് നിത്യ ജീവനാണ്, ഇറ്റേണൽ ലൈഫ്. അതാണ് കർത്താവ് പ്രോമിസ് ചെയ്തത്. അവന്റെ ഗ്രേറ്റ് പ്രോമിസ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ഇറ്റ് ഈസ് ഇറ്റേണൽ ലൈഫ്. ഇന്ന് രാത്രിയിൽ അതൊന്ന് മനസ്സിലാക്കിയത് നമ്മൾ അതിന്റെ ഉടമസ്ഥരാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകാത്തത് ഒന്നേ ഉള്ളൂ, നിത്യജീവൻ. ഭൂമിയിലെ എന്തും നമുക്ക് നഷ്ടമാകും, പക്ഷെ നിത്യജീവൻ നഷ്ടമാകത്തില്ല. അവന്റെ പ്രോമിസാണ്. അത് തന്നത് ലോകമല്ല, അത് തന്നത് കമ്പനികളല്ല, അത് തന്നത് സാലറിയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, അത് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയാൽ കിട്ടുന്നതല്ല. ഇത് നിത്യജീവൻ യേശു നമുക്ക് സൗജന്യമായി തന്നത്, അവൻ എടുത്തു കളയത്തില്ല. ഇറ്റ് ഈസ് ഗിവൺ യു ഫ്രീലി and God will never take it back. നിത്യജീവൻ നിലനിൽക്കുന്ന ഒന്ന്, അതാണ് അവന്റെ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് in this world through Jesus Christ. Of course, Jesus is the വേണമെങ്കിൽ അങ്ങനെ പറയാം, യേശുവാണ് ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയാം. പക്ഷേ ത്രൂ ജീസസ് അവിടെ എഴുതിയിരിക്കുന്നത് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. യേശു നൽകിയ പ്രോമിസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യേശുവാണ് ഏറ്റവും വലുത്. യേശു നൽകിയ ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് ഭൗതിക നന്മകളല്ല. യേശു നൽകിയ ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് ലോകത്തിലെ യാതൊരു കാര്യങ്ങളുമല്ല. യേശു നൽകിയ ഏറ്റവും വലിയ പ്രോമിസ് നിത്യജീവനാണ്. ഇന്ന് രാത്രിയിൽ അത് മുറുകെ പിടിക്കാൻ നോക്ക്. നിങ്ങളോട് തന്നെ പറ, എന്നെ ഇച്ചിരി എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് വേറെ വിളിക്കരുത്. ചില വെട്ടം കാണുമ്പോഴത്തേക്ക് ഈയെല്ലാം കൂടെ പറഞ്ഞു വരുന്ന പോലെ അതിന്റെ പുറകിൽ വന്ന് വെറുതെ ജീവിതം കളയരുത്. ഇച്ചിരി കാശ് കാണുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ ചാടി പോകരുത്. അത് വലുതാണെന്ന് ചിന്തിക്കരുത്. അതൊരു വഞ്ചനയാണ്. അത് സാത്താന്റെ വലിയൊരു വഞ്ചനയാണ്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. That is a greatest promise God has given us. And also the other promise God has given is the Holy Spirit. കർത്താവിന്റെ അടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത്, പിതാവിനോട് കേട്ട എന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം അല്ലേ? പിതാവിന്റെ വാഗ്ദത്തം, what is it? It is the Holy Spirit. നിത്യജീവൻ എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിത്യജീവനുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നിത്യജീവന്റെ പ്രത്യേകത അത് ഇപ്പോഴും വന്നുകൊണ്ട്, അത് മരിച്ചു കഴിയുമ്പോൾ മാത്രം കിട്ടുന്നതല്ല നിത്യജീവൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. ഉണ്ടാകുമെന്നല്ല, ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്.
അല്ലാതെ ഇതിൽ ഫ്യൂച്ചർ ടെൻസിലല്ല, വരാൻ പോകുന്ന കാര്യം എന്നുള്ള നിലയിലല്ല. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തുടങ്ങി ഇപ്പോഴിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് എൻജോയ് ചെയ്യണം. ആ നിത്യജീവൻ ഇപ്പോഴേ എൻജോയ് ചെയ്യണം. ഈ ഭൂമിയിൽ തന്നെ എൻജോയ് ചെയ്യണം. ഇപ്പൊ തന്നെ ആ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. ലിവിംഗ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. ഓരോ ദൈവപൈതലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതാണ് ലിവിംഗ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. The second promise is the promise of the Holy Spirit. ഈ ഹോളി സ്പിരിറ്റിനെ നമുക്ക് നൽകിയിരിക്കും. എന്തിനാണെന്നറിയാമോ? അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഞാൻ 28 മണിക്കൂർ എൻ്റെ മെസ്സേജ് വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. 28 hours ഹോളി സ്പിരിറ്റിനെ കുറിച്ചുണ്ട്. അതിന്റെ ഗിഫ്റ്റ്സിനെ കുറിച്ച് വേറെ ഒരു 8 മണിക്കൂർ കിടപ്പുണ്ട്. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് സമയമുള്ളെങ്കിൽ, ഇത് ഇച്ചിരി പാടാ എനിക്കറിയാം സമയമൊക്കെ, പക്ഷേ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരും കേൾക്ക്. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, അതുപോലെ പറയാനുണ്ട്. ഈ ഹോളി സ്പിരിറ്റ് ആണ് എന്നെ യേശുവുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ഹോളി സ്പിരിറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടാളിയാക്കിയിരിക്കുന്നത്. ശരിക്കും ഇതിനു വേണ്ടിയാണ് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് തന്നെ. God has given me the Holy Spirit. അത് എന്തിനു വേണ്ടിയാണ്? അത് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നെ അതിന് പ്രാപ്തമാക്കാൻ വേണ്ടി ആ വിശുദ്ധ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ അവൻ എനിക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു പ്രോമിസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ ഹോളി സ്പിരിറ്റിനെ ഞാൻ ആ ഹോളി സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ് അതെനിക്ക് തന്നത് തന്നെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മള് വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നതായ കാര്യമാണ്. ഹോളി സ്പിരിറ്റ് നമ്മളെ ഏത് രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ആ നിറവിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് അവൻ തരുന്നതായ ഒരു ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. വിതൗട്ട് ഹോളി സ്പിരിറ്റ് ഐ കുഡ് നോട്ട് ലിവ് എ ഹോളി ലൈഫ്. പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും, ഞാൻ എപ്പോഴും പറയും, the foundation of the Bible, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, the foundation of the Bible are two things. First, the Holy Scripture that tells you what is holy life, and the second thing is the Holy Spirit that helps you to live that holy life. പരിശുദ്ധ ദൈവവചനം, വിശുദ്ധ വചനം, വിശുദ്ധ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ജീവിതം ജീവിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് എന്താണ്? It is the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന പ്രോമിസ് അവൻ അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും അവൻ നൽകിയിരിക്കുന്നു. Great promises he has given us. എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. പക്ഷേ അടുത്ത ഒരു പ്രോമിസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, that is the promise of his presence. അവന്റെ സാന്നിധ്യത്തിന്റെ വാഗ്ദത്തം. യേശു കർത്താവ് പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിർത്തുന്നത്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ. അതാണ് അവന്റെ അതിമഹത്തായ പ്രോമിസ്. 3 ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും, പക്ഷേ basically these are the 3 things: the promise of eternal life, the promise of the Holy Spirit, the promise of his presence. ഇത്രയും കാര്യങ്ങൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വായിച്ചതിന് ശേഷം 3 വാക്യങ്ങളിലായിട്ട് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും വായിച്ചതിന് ശേഷം പറയുകയാണ്, ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പ്രിയമുള്ളവരെ, മുകളിൽ പറഞ്ഞ ഓരോ കാര്യവും എന്തിനു വേണ്ടിയാണ് നമുക്ക് നൽകുന്ന ഇവിടെ കാണുന്നത്? എന്തിനാണ്? ദിവ്യ സ്വഭാവത്തിന്
കൂട്ടാളികളായി തീരുവാൻ, അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ നമ്മളെ അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിച്ചിരിക്കുന്നു. അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. തന്നെയല്ല, അവന്റെ പരിജ്ഞാനത്താൽ അവൻ നമുക്ക് കൃപയും സമാധാനവും നൽകുന്നു. അവന്റെ പരിജ്ഞാനം നമുക്ക് നൽകുന്നു. ഹിസ് നോളജ്, ഹിസ് കോളിംഗ്, അവന്റെ മഹത്വത്താലും അവന്റെ വീര്യത്താലും വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ജീവൻ, ദി ലൈഫ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ഇൻസൈഡ് us. അത് നമ്മുടെ ഭൂമിയിലെ ജീവിതമല്ല, ജീവൻ, the life that God has implanted in us. നമ്മിൽ അവൻ നട്ടിരിക്കുന്ന ആ വചന, ആ ജീവൻ, അതിനാവശ്യമുള്ളതെല്ലാം ആ ജീവൻ മറ്റുള്ളവരിലേക്ക്, അതായത് ജീവനും ഭക്തിക്കും, ഭക്തി പുറത്താണ് കാണുന്നത് അല്ലേ, ജീവൻ അകത്താണ്. ആ ജീവന്റെ ജീവിതമാണ് ഭക്തി എന്ന് പറയും. എന്റെ ഉള്ളിലുള്ള ജീവൻ ഞാൻ ജീവിക്കുമ്പോഴാണ് അത് ഭക്തിയാകും. ഗോഡ്ലിനെസ്, ആ ഗോഡ്ലിനെസ് എനിക്ക് പ്രകാശിപ്പിക്കാൻ ആവശ്യമായതെല്ലാം കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ചെയ്യുമെന്നല്ല, ചെയ്തിരിക്കുന്നു. അവയാൽ, ഈ മുകൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളാലും നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. We have the promises. എന്നിട്ട് പറയുകയാണ്, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. കൂട്ടാളികളായി തീരുവാൻ. So it speaks about the call, the promise, the power. There is power. അവന്റെ ശക്തി, അവന്റെ ശക്തി എന്നിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ശക്തി എന്നിലേക്ക് പകരുന്ന ഏജന്റ് ആണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് അവനിലേക്ക് പകർന്നിരിക്കുകയാണ്. ആ പകർച്ച, അത്, എന്നാൽ അതിനൊരു ഓപ്പോസിറ്റ് പവർ എപ്പോഴും ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പ്രശ്നമില്ല. ആ ഓപ്പോസിറ്റ് പവറിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് പവർ എന്താണ്? ലോകത്തിൽ മോഹം. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഏത് തമ്മിലാണ്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ലോകത്തിൻ മോഹവും ദിവ്യ സ്വഭാവവും തമ്മിലാണ്. ലോകത്തിൻ മോഹം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എഴുതിയിരിക്കുന്ന എസ്കേപ്പ് കറപ്ഷൻ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിന്റെ കറപ്ഷൻ, ആ കറപ്ഷനിൽ നിന്നുള്ള ഒരു വലിയ ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ 4ാമത്തെ വാക്യത്തിൽ and to an infilled, unfailing, who by God's power are, see verse 4, and to an inheritance which is imperishable, undefiled and unfailing, kept in heaven for you. See, എന്തോ ഒരു കൃത്യമായ ഓരോ വാക്കുകൾ. അവയാൽ നമുക്ക് വിലയേറിയതും, whereby we are given unto exceeding great and precious promises, that by which these we might be partakers of the divine nature, having escaped the corruption that is in the world through lust. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം അല്ലേ അങ്ങനെ എഴുതിയിരിക്കുന്നത്, റൈറ്റ്? അപ്പൊ ലോകത്തിന്റെ മോഹം നമുക്ക് തരുന്നത് എന്താണ്? നാശമാണ്. If you love the world, that is corruption, that is destruction, that is the end of everything. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധാലുക്കളായി, നമ്മൾ ഇതിനെ മുഴുവൻ മാറ്റിക്കളയുന്ന, നമ്മൾ ഇത്രയും പറഞ്ഞ വലിയ വലിയ കാര്യങ്ങളെല്ലാം തകർത്ത് കളയുന്ന എന്താണ്? ലോകത്തിന്റെ മോഹമാണ്. ലോകത്തിന്റെ മോഹം ഉണ്ടാക്കുന്നത് നാശമാണ്. പക്ഷേ കർത്താവ് ലോകത്തിന്റെ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. അപ്പൊ നമ്മളാ തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് ഏതാ വേണ്ടത്? ലോകം വേണോ അവന്റെ ദിവ്യ സ്വഭാവം വേണം? ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധതയിലാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മൾ തീരുമാനിക്കണം, ലോകത്തിന്റെ മോഹം വേണോ അതോ അവന്റെ ദിവ്യ സ്വഭാവം വേണോ? ഹല്ലേലൂയ. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. പക്ഷേ എനിക്ക് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ
ഈ കാര്യം ഒന്നാമത് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് നമുക്കുള്ളതാണെന്നെങ്കിലും മനസ്സിലാക്കണം. First of all, we need to know that it is for us. It is not for just for the apostles. ഇത് അപ്പോസ്തലന്മാരുടെ ഒരു ജീവിതം മാത്രമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ വലിയ ആളുകൾക്കുള്ള ഒരു ജീവിതം മാത്രമല്ല. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിന്തയുണ്ടല്ലോ, ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോർ സം പീപ്പിൾ. നോ, ഇത് എല്ലാവർക്കും. ബിക്കോസ് വി സ്റ്റാൻഡ് ഇൻ ദി ഈക്വൽ സ്റ്റാൻഡ്. ആ വിശ്വാസത്തിന്റെ അതേ വിശ്വാസം അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, അവിടെ നമുക്ക് ഈക്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈക്വലായിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള അപ്പോസ്തലന്മാർക്ക് കിട്ടിയ അതേ വിശ്വാസം നമുക്കും ലഭിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ വിശ്വാസം നമുക്ക് അപ്പോസ്തലന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്നതായ കാര്യം. സെക്കൻഡ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്ക് പ്രാപ്യമാണ്, അല്ലാതെ ഇത് നമുക്ക് കിട്ടാക്കനിയല്ല. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, കിട്ടാക്കനിയല്ല. ഈ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് എന്നോ ഒരിക്കൽ നമുക്ക് കിട്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ തരരുതെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ കഴിയാത്ത ഒരു ബലഹീന അവസ്ഥയിലല്ല നമ്മൾ. ഇത് നമുക്ക് ഒരിക്കലും കഴിയത്തില്ലെന്ന് ചിന്തിക്കരുത്. കാര്യം ഇത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, അവന്റെ ദിവ്യ ശക്തിയാണ് നമ്മളെ ഇതിന് പ്രാപ്തമാക്കുന്നത്. അതിന് നമുക്ക് നൽകിയിരിക്കുന്ന പ്രോമിസസ് ഉണ്ട്. അവൻ നമ്മളെ അവന്റെ വീര്യത്തിലേക്കും മഹത്വത്തിലേക്കുമാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ചവിട്ടി കയറുന്ന രീതിയിലുള്ള ശക്തി നമുക്കില്ല. പക്ഷേ നമുക്ക് വലിയ പ്രോമിസസ് അവൻ നൽകിയിരിക്കുന്നു. We have eternal life, we have Holy Spirit, we have promise of His presence. അവന്റെ പ്രോമിസ് ഉണ്ട്, അവന്റെ ദിവ്യ ശക്തി. അവിടെയാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾ അവയാൽ നമുക്ക് വിലയേറുന്ന മതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു, തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദിവ്യ ശക്തിയാണ് നമുക്ക്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ശരിക്കും ഈ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശക്തി പറയണം, കർത്താവേ എനിക്ക് അതിനുള്ള ശക്തിയില്ല, പക്ഷേ നിന്റെ ദിവ്യ ശക്തി എന്നെ അവന്റെ സ്വഭാവത്തോട് അനുരൂപനാക്കി തീർക്കും എന്ന് പറയാൻ നമുക്കറിയാം. അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിയായി തീരുവാൻ നമുക്ക് കഴിയുമെന്ന് അവർ കാണുന്നത്, നമ്മൾ ലോകത്താലുള്ള മോഹം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കൂട്ടാളികളായി തീരും. അതിനുള്ള ദിവ്യ ശക്തി അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ ആ പ്രോമിസസ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെ അവൻ വിളിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണ്, എക്സലൻസിലേക്കാണ് അവൻ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാനാണ് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ പൊതുരത്വത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കുവാനല്ല, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാനാണ് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുള്ള ദിവ്യ ശക്തി, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതിനെല്ലാം ഉള്ള ദിവ്യ ശക്തി അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അവയാൽ നമുക്ക് അവൻ പ്രോമിസസ് നൽകിയിരിക്കുന്നു. അവൻ നിത്യജീവൻ നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നു. അവൻ വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അവനത് നിർവഹിക്കും. ഭൂമിയിലെ കാര്യങ്ങളല്ല. ഭൂമിയിലെ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ മനുഷ്യർക്ക് പറ്റും, പക്ഷെ ഈ ദിവ്യശക്തി മനുഷ്യർക്ക് തരാൻ കഴിയില്ല. നിങ്ങളുടെ കമ്പനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ഓഫർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കമ്പനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഓഫർ ചെയ്യാൻ പറ്റും. പക്ഷെ നിത്യജീവൻ ഓഫർ ചെയ്യാൻ നിങ്ങളുടെ കമ്പനിക്ക് പറ്റില്ല. അത് യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. ആ നിത്യജീവൻ വരാൻ പോകുന്ന ലോകത്തിൽ മാത്രമുള്ളതല്ല, ഇവിടെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ നിത്യജീവൻ. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ നിത്യജീവൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പോകണം. നിത്യജീവൻ, സ്വർഗത്തിന്റെ ജീവിതം ഇവിടെ ജീവിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ അല്ല നോക്കിയിരിക്കുന്നത്, ഇപ്പോൾ തന്നെ സ്വർഗത്തിന്റെ ജീവിതം ജീവിക്കണം. ഇപ്പോൾ തന്നെ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി ജീവിക്കണം. അതിനാവശ്യമായ സകലതും അവന്റെ ദിവ്യ ശക്തിയാൽ, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അവൻ നിങ്ങളെ പിന്നീട് ഒരു
കാലഘട്ടത്തിലേക്കല്ല, ഇപ്പോൾ തന്നെ, ഇന്ന് രാത്രിയിൽ തന്നെ, ഈ നിമിഷത്തിൽ തന്നെ അവനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണ്. കർത്താവേ, എനിക്ക് ആ ദിവ്യ ശക്തി ഒന്ന് പകർന്നു തരണം. കർത്താവേ, എനിക്ക് നിന്റെ പങ്കാളിയായി തീർന്ന് ആ സ്വർഗത്തിന്റെ ജീവിതം ഇവിടെ ജീവിക്കണം. നിന്റെ സ്വഭാവം, നിന്നെ പോലെ തന്നെ എനിക്കിവിടെ ജീവിക്കണം. എന്നെ നീ വിളിച്ചത് നിന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ പുത്രത്വത്തിൽ ജീവിക്കാനല്ല എനിക്ക് ആവശ്യമുള്ളത്. ഈ ഭൂമിയിലെ സമ്പത്തല്ല എനിക്ക് ആവശ്യമുള്ളത്. നിന്റെ മഹത്വവും നിന്റെ വീര്യവുമാണ്. ഈ ഭൂമിയിൽ അവന്റെ മഹത്വവും അവന്റെ വീര്യവും അനുഭവിക്കാൻ നമുക്ക് കഴിയണം. കണ്ണുകളെ അടയ്ക്കാവുന്ന വിഷയം.